ലൈംഗിക പീഡന പരാതിയിൽ ആരോപണ വിധേയനായ നടൻ സിദ്ദിഖ് ഒളിവിലാണ്. ഇന്ന് പുലർച്ചെ വരെയും കസ്റ്റഡിയിലെടുക്കാനും ചോദ്യം ചെയ്യാനും അറസ്റ്റ് രേഖപ്പെടുത്താനും പോലീസിന് ഒരു നിയമ തടസ്സവും ഇല്ലാതിരുന്നിട്ടും ഒളിവിൽ പോകാനുള്ള സൗകര്യം സിദ്ദിഖിനൊരുക്കിയത് ആരാണ്? സിദ്ദിഖുമായി ബന്ധപ്പെട്ട പരാതിയിൽ പറയുന്നത് പോലെ സംഭവത്തിന്റെ ചരിത്രം ലഘുവായി കേൾക്കണം. 2014 നടൻ സിദ്ദിഖ് അതിജീവിതയുമായി അടുപ്പത്തിലാകുന്നത്, അഥവാ അതിജീവിതയുമായി ബന്ധപ്പെടാൻ ശ്രമിക്കുന്നത്. ഫോൺ വഴിയും സ്കൈപ്പ് വഴിയും നിരന്തരം ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. സിനിമാ മേഖലയിൽ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്യുന്നു. 2016 സുഖമായിരിക്കട്ടെ എന്ന സിനിമയുടെ പ്രിവ്യൂവിന് ശേഷം തൻ്റെ മകൻ ഒരു പ്രധാന വേഷത്തിലെത്തുന്ന ചലച്ചിത്രത്തിൽ ഒരു സുപ്രധാന വേഷമുണ്ട് എന്ന് പറഞ്ഞ് മസ്കറ്റ് ഹോട്ടലിലെ മുറിയിലേക്ക് ക്ഷണിക്കുന്നു. ക്രൂരമായി അവിടെ വെച്ച് ബലാത്സംഗം ചെയ്യുന്നു. 2019 മീ ടു ക്യാമ്പയിന്റെ ഭാഗമായി ഫേസ്ബുക്കിലൂടെ അതിജീവിതയുടെ ആദ്യ വെളിപ്പെടുത്തൽ വരുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ അതിജീവിത എല്ലാം തുറന്നു പറഞ്ഞു. സംഭവിച്ചതെല്ലാം തന്നെ അവിടെ പലർക്കും അറിയാം. ഇതൊരു റെഗുലർ പ്രോസസ്സാണ് എന്നുള്ളത് എനിക്ക് അവിടുന്ന് മനസ്സിലായി. കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ഈ അറ്റാക്ക് സംഭവിക്കുന്നത്. ഈ അറ്റാക്ക് സംഭവിച്ചതിന് ശേഷവും അയാൾ ഒരു ഉളുപ്പില്ലാണ്ട് എൻ്റെ ഫ്രണ്ടിലിരുന്നിട്ട് ചോറും തൈരും മീൻ കറിയും കൂട്ടിക്കഴിച്ചൊരു മനുഷ്യനാണ്. ഞാനിത് പറയുന്നത് ഇത് ഏതൊക്കെ രീതിയിൽ വന്നാലും എനിക്കൊരു ചുക്കും ഇല്ല എന്നുള്ളതാണ്. ബിക്കോസ് എനിക്കൊന്നും ലൂസ് ചെയ്യാനില്ല. അതിൽ പോലും ഒരു സെക്ഷൽ ഫ്ലേവർ കലർത്തി അയാൾ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് വൈരുദ്ധ്യ ആഹാരങ്ങൾ, അങ്ങനെ എന്തോ ഒരു വാക്ക്, അങ്ങനത്തെ ഉള്ള ആഹാരങ്ങളാണ് എനിക്കിഷ്ടം എന്നുള്ള രീതിയിൽ അയാൾ സംസാരിച്ച് ഞാൻ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്തു പോയ ഒരാളാണ്. ഹി ജസ്റ്റ് ലോക്ക്ഡ് മീ. അന്ന് ന്യൂസ് ചാനൽസ് ആരൊക്കെയോ അവിടെ ഉണ്ടായിരുന്നു. പിന്നാലെ AMMയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും നടൻ സിദ്ദിഖ് പടിയിറങ്ങുന്നു. ബലാത്സംഗ കേസിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനു പിന്നാലെ സിദ്ദിഖ് ഒളിവിൽ പോയി. ലുക്കൌട്ട് സർക്കുലർ ഇറക്കി വ്യാപക തെരച്ചിലുമായി SIT ജാഗ്രത കാട്ടി. അതുവരെയും ഇല്ലാതിരുന്ന ജാഗ്രത. SIT നടപടികളിൽ തൃപ്തയല്ലെന്ന് പറഞ്ഞ അതിജീവിത മുൻകൂർ ജാമ്യം നിഷേധിച്ച കോടതി വിധിയിൽ സന്തോഷമെന്നും പ്രതികരിച്ചു. നടപടികൾ വൈകുന്നത് തെളിവ് നശിപ്പിക്കുന്നതിനും സാക്ഷികളെ സ്വാധീനിക്കാനും ഇടയാക്കും. ഈ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി DGPക്ക് പരാതി നൽകി അതിജീവിത. ഞാൻ ഇന്നത്തെ വിധിയിൽ ഹാപ്പിയാണ്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ പറയുകയാണെങ്കിൽ SIT ഇൻവെസ്റ്റിഗേഷനിൽ എനിക്ക് കുറച്ച് അൺസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഈ പറഞ്ഞ പോലെ അവർക്ക് ഇപ്പോൾ പ്രതിക്കാണെങ്കിലും ഒക്കെ ഈ പറയുന്ന ഇലക്ട്രോണിക് എവിഡൻസുകളാണെങ്കിലും ഒക്കെ നശിപ്പിക്കാനുള്ള സമയവും അല്ലെങ്കിൽ മറ്റ് സാക്ഷികളെ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള ഒരു ടൈം, ഇതൊക്കെ കണക്കിലെടുക്കുമ്പോൾ എനിക്കൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ അത് ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് DGPക്ക് ഞാൻ കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം അന്വേഷണ ഏജൻസിക്ക് മുമ്പാകെ സമർപ്പിച്ച പല കാര്യങ്ങളാണെങ്കിലും അത് ലീക്കാവുന്നതിലും ഒക്കെ എനിക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ബീങ് എ സർവൈവർ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ച് ഞാൻ DGPക്ക് ഒരു കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കാര്യങ്ങൾ. അപ്പോൾ അതിൽ എനിക്ക് അൺസാറ്റിസ്ഫാക്ഷനാണ്. പ്ലസ് ഇന്ന് വന്ന വിധിയിൽ ഐ എം ഹാപ്പി. അതിനു പിന്നാലെ അതിജീവിതയുടെ ഫേസ്ബുക്ക് പോസ്റ്റും എത്തി. ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് ഇങ്ങനെ: ലൈഫ് ഈസ് എ ബൂമറാങ്, വാട്ട് യു ഗീവ് യു ഗെറ്റ്. ജീവിതം ഒരു ബൂമറാങ് പോലെയാണ്. നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് തിരിച്ചു കിട്ടും. IPC 376 ചുമത്താവുന്ന കുറ്റകൃത്യത്തിൽ പ്രതിയെ അറസ്റ്റ് ചെയ്യാതെ വൈകിപ്പിച്ചത് എന്തിനാണ്? ജാമ്യം കിട്ടിയാൽ തെളിവ് നശിപ്പിക്കുമെങ്കിൽ അറസ്റ്റ് ചെയ്യാതിരുന്നാൽ തെളിവ് നശിപ്പിക്കില്ലേ? നശിപ്പിച്ച ഇലക്ട്രോണിക് തെളിവുകൾ ഇനി എങ്ങനെ വീണ്ടെടുക്കും? സാഹചര്യ തെളിവുകൾ എതിരായിരിക്കെ സിദ്ദിഖിനെ എന്തുകൊണ്ട് ഇതുവരെയും കസ്റ്റഡിയിലെടുത്തില്ല? ഒളിവിൽ പോകാനുള്ള സൗകര്യം ആരൊരുക്കി സിദ്ദിഖിന്? ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ. അതിഥികളായ അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ പരാതിക്കാരിയുടെ അഭിഭാഷകനാണ്. ഡോക്ടർ ജിൻഡോ ജോൺ കോൺഗ്രസ് പ്രതിനിധി, അഡ്വക്കേറ്റ് KS അരുൺകുമാർ CPM പ്രതിനിധി, മിഥുൻ വിജയകുമാർ സാമൂഹ്യ നിരീക്ഷകൻ നമുക്കൊപ്പം ചേരും. ധന്യാരാമൻ സാമൂഹ്യ പ്രവർത്തകയും നമുക്കൊപ്പമുണ്ട്. ആദ്യം ഈ പരാതിക്കാരിയുടെ അഭിഭാഷകന് 7:30 വരെ മാത്രമേ നമുക്കൊപ്പം ഇരിക്കാൻ സാധിക്കൂ. ഹരീഷ് വാസുദേവനിലേക്ക് പോകുന്നു. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ, സമയം ഇത്രയായി, ഇതുവരെയും IPC 376 പ്രകാരം ശിക്ഷ ലഭിക്കാവുന്ന ഗുരുതരമായ ബലാത്സംഗ കുറ്റം ചെയ്തിരിക്കുന്ന ഒരു പ്രതിയെ, ഒരു അക്യൂസ്ഡിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കാൻ SIT സംഘത്തിന് സാധിച്ചിട്ടില്ല. ഇന്ന് പുലർച്ചെ വരെയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിന് നിയമപരമായ തടസ്സവും ഉണ്ടായിട്ടില്ല. ഈ വിഷയത്തിൽ SITക്ക് ഒരു വീഴ്ച സംഭവിച്ചോ? അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. ഈ വിഷയത്തിൽ മാത്രമല്ല, ഈ കേസിൻ്റെ രജിസ്ട്രേഷൻ ഓഫ് FIRന് ശേഷം തുടർച്ചയായി പല വീഴ്ചകളും SITക്കും കേരള പോലീസിനും സംഭവിച്ചിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട വീഴ്ച
ഒരുപക്ഷെ നിങ്ങൾക്കും പ്രേക്ഷകർക്കും ഒക്കെ ഇതിപ്പോൾ മനസ്സിലാവുന്ന രീതിയിലുള്ളൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടാകും. അതാണിപ്പോൾ അരുൺകുമാർ ഇവിടെ ചൂണ്ടിക്കാണിച്ചത്. അതായത് മറ്റ് പല കേസുകളിലും മുൻകൂർ ജാമ്യാപേക്ഷ കോടതിയിലെത്തുമ്പോൾ നോട്ട് ടു അറസ്റ്റ് ഓർഡർ പ്രസ് ചെയ്യുകയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല പ്രതിയെ തൽക്കാലം എന്ന് കോടതികൾ പറയുകയും ചെയ്യുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഈ കേസിൽ അങ്ങനെ ഒരു ഘട്ടത്തിലും ഉണ്ടായിട്ടില്ല. എന്ന് പറഞ്ഞാൽ കേരള ഹൈക്കോടതിയുടെ മുമ്പിൽ മുൻകൂർ ജാമ്യാപേക്ഷ ഉണ്ടായിരുന്നു എന്നല്ലാതെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യരുതെന്ന് ഒരു ഘട്ടത്തിലും കോടതി പറഞ്ഞിരുന്നില്ല. പ്രതിഭാഗം അങ്ങനെ ആവശ്യപ്പെട്ടിരുന്നു പോലുമില്ല. അപ്പോൾ അറസ്റ്റ് ചെയ്യുന്നതിന് യാതൊരു തടസ്സവും ഉണ്ടായിരുന്നില്ല. എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാത്തത് എന്നുള്ളത് നമുക്ക് വിടാം. എന്തുകൊണ്ടായിരുന്നു ചോദ്യം ചെയ്യാതിരുന്നത്? എന്തുകൊണ്ടായിരുന്നു ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കാതിരുന്നത്? പ്രധാനപ്പെട്ട തെളിവുകൾ ശേഖരിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന SIT എന്തുകൊണ്ടാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട എവിഡൻസായി നമ്മൾ എവിടെ നിന്നാണ് ഈ പരാതി തുടങ്ങുന്നത്? അരുൺകുമാർ തന്നെ എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞതുപോലെ ഒരു ഫേസ്ബുക്ക് വഴിയാണ് കോണ്ടാക്ട് ചെയ്തത്. ആ ഫേസ്ബുക്കിലെ ID എപ്പോഴാണ് ഇല്ലാതായത്? FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം. FIR രജിസ്റ്റർ ചെയ്തതിന് ശേഷം ആ തെളിവ് നശിപ്പിക്കാൻ പ്രതി ഏതൊക്കെ തരത്തിലുള്ള വഴികളാണ് ഉപയോഗിച്ചതെന്ന് കോടതിയിൽ പറയണ്ടേ? കോടതിയിൽ പറയണമെങ്കിൽ നമ്മുടെ മുമ്പിൽ മറ്റൊരു അതിജീവിതയുടെ കേസുണ്ട്, ദിലീപിൻ്റെ കേസുണ്ട്. അതിനകത്ത് സൈബർ ഫോറൻസിക് റിപ്പോർട്ടിനെ എന്തുമാത്രമാണ് പ്രതിഭാഗം അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സൈബർ ഫോറൻസിക് റിപ്പോർട്ട് കിട്ടണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഡിവൈസുകൾ കസ്റ്റഡിയിലെടുക്കണം. കോമൺ സെൻസ് വെച്ച് ആലോചിച്ചാൽ അറിയാം, ഞാനാണ് പ്രതിയെങ്കിൽ ഞാൻ എൻ്റെ കയ്യിലുള്ള എല്ലാ ഡിവൈസസും ഇതിനകം മാറ്റിക്കാണും. ഒരിക്കലും കിട്ടാത്ത വിധം മാറ്റും. എങ്ങനെയാണ് ഈ കേസ് കോടതിയിൽ നാളെ തെളിയുക? അപ്പോൾ അതുകൊണ്ട് തന്നെ തെളിവ് ശേഖരിക്കുന്ന കാര്യത്തിലുണ്ടായ വീഴ്ച പോലെ തന്നെ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യുകയോ ചോദ്യം ചെയ്യുകയോ ചെയ്യില്ല എന്ന ഒരു നിലപാട് പോലീസ് നേരത്തെ തന്നെ എടുത്തിരുന്നു. അത് കേരള പോലീസിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ മാത്രം തീരുമാനമാണോ പൊളിറ്റിക്കൽ ഡിസിഷനാണോ എന്നുള്ള കാര്യത്തിൽ പോലീസാണ് നാളെ കോടതിയിൽ സമാധാനം പറയേണ്ടി വരിക. അത് അവർ പറയുമെന്നാണ്. ഇന്നീ കാണിക്കുന്ന അരുൺകുമാർ, അത് പോലീസിന് സംഭവിച്ച വീഴ്ച മാത്രമാണോ അതല്ല അത് ഈ സർക്കാരിൻ്റെ നയമാണോ? കാരണം IPC 376 പോലെ ഗുരുതരമായ ഒരു കുറ്റകൃത്യത്തിന് ശിക്ഷ ലഭിക്കാവുന്ന പേരിൽ ആരോപണ വിധേയനായ ഒരു പ്രതിയെ നോട്ട് ടു അറസ്റ്റ് എന്ന ഏതെങ്കിലും തരത്തിലുള്ള കോടതിയുടെ മുന്നറിയിപ്പില്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ പോലീസിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാമെന്നിരിക്കെ സിദ്ദിഖ് ഇന്നത്തെ പുലർച്ചെ വരെയും കൊച്ചി നഗരത്തിൽ ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ടാണ് SIT അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാഞ്ഞത്? അതുകൊണ്ടല്ലേ ഇപ്പോൾ ഒളിവിൽ പോയി ഇപ്പോൾ സിദ്ദിഖിനെതിരെ പായേണ്ടി വരുന്നൊരവസ്ഥയുണ്ടാവുന്നത്? ഇത് പോലീസിന് മാത്രം സംഭവിച്ച വീഴ്ചയാണോ? എടുക്കേണ്ടത് ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം ഉരുത്തിരിഞ്ഞു വന്ന നിരവധി പരാതികൾ, ആ പരാതികൾ വന്നപ്പോൾ തന്നെ ഏതെങ്കിലും കോടതിയുടെ ഉത്തരവില്ലാതെ തന്നെ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ ഉണ്ടാക്കി ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ച് വനിതാ SP-മാരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഒരു സ്പെഷ്യൽ ടീമിനെ ഉണ്ടാക്കിയത്. പിന്നീട് വന്ന പരാതികളെല്ലാം ആ ടീമിനെ ഏൽപ്പിച്ചു. ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സെപ്റ്റംബർ മാസം 10-ാം തീയതി പുറപ്പെടുവിച്ച ഉത്തരവ് പ്രകാരം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ ഫൈൻഡിങ്ങിൽ ഉൾപ്പെട്ട പരാമർശങ്ങൾ കൂടി ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ ഭാഗമായി ഉൾപ്പെടുത്താനും അവർക്ക് റെഫർ ചെയ്യാനും പറഞ്ഞു. ആ മൊത്തത്തിലുള്ള റിപ്പോർട്ടും ഈ ടീമിനെ ഏൽപ്പിച്ചു. ഇതിന്റെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇൻവെസ്റ്റിഗേഷന്റെ ഒരു ഘട്ടത്തിലും ഇടപെടുകയോ എന്തെങ്കിലും നിർദ്ദേശം കൊടുക്കുകയോ ഒന്നും ചെയ്യുന്ന ഒരു സാഹചര്യമില്ല. ഇവിടെ താങ്കൾ പറയുന്നുണ്ട് നോട്ട് ടു അറസ്റ്റ് എന്ന ഒരു ഓർഡർ ഉണ്ടായിരുന്നില്ല എന്ന്. അതേപോലെ തന്നെ ഇത് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയെ ഏതെങ്കിലും തരത്തിൽ അറസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യുന്നതിൽ തടസ്സമില്ല എന്നുള്ള ഒരു പരാമർശവും കോടതിയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. സാധാരണ ഹൈക്കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യം പെൻഡിങ് നിൽക്കുമ്പോൾ അത് ആ ജാമ്യ ഉത്തരവ് വരുന്നത് വരെ അതിന്റെ അന്തിമവാദം ഇരു കൂട്ടരുടെയും നടന്ന് വിധിക്ക് മാറ്റി അല്ലെങ്കിൽ അന്ന് തന്നെ വിധി പറയും. ആ വിധി പറയുന്നത് വരെ സ്വാഭാവികമായും അറസ്റ്റ് ഉണ്ടാകാറില്ല. സാധാരണ നിയമപരമായി അറസ്റ്റ് ചെയ്യാൻ തടസ്സങ്ങളില്ല എന്നിരുന്നാലും ആ വിധിയെ ബഹുമാനിക്കുക, ആ കോടതിയെ വിശ്വാസത്തിലെടുക്കുക, അതുവരെ പെൻഡിങ് നിൽക്കുക അല്ലെങ്കിൽ കാത്തിരിക്കുക എന്നതാണ് സാധാരണ എല്ലാം ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ചെയ്യാറ്. അത് തന്നെ ചെയ്തിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. തെളിവിന്റെ കൂമ്പാരമുണ്ട് ഈ പ്രതിക്കെതിരെ. ഏതെങ്കിലും തരത്തിൽ അദ്ദേഹത്തിന് ജാമ്യം നൽകുകയാണെങ്കിൽ കൺസിഡറിംഗ് ഹിസ് ഇൻഫ്ലുവൻസ് ആൻഡ് ക്ലൗഡ്, സമൂഹത്തിലുള്ള അദ്ദേഹത്തിന്റെ പദവിയും സ്വാധീനവും കണക്കിലെടുത്താൽ ഹി വുഡ് ടാമ്പർ വിത്ത് എവിഡൻസ് ആൻഡ് ത്രെട്ടൻ ദ വിറ്റ്നസസ്, തെളിവുകൾ നശിപ്പിക്കാനും സാക്ഷികളെ സ്വാധീനിക്കാനും സാധ്യതയുണ്ട് എന്ന് പറഞ്ഞത് ഇതേ പ്രോസിക്യൂഷനാണ്. അപ്പോൾ ജാമ്യത്തിൽ വിട്ടാൽ
തെളിവുകൾ അതെ, ആ നശിപ്പിക്കാൻ prosecution സാധ്യതയുണ്ടെങ്കിൽ അതിശക്തം. കസ്റ്റഡിയിൽ എടുക്കാതിരുന്നാലും ഇതേ പ്രതിക്ക് ഇത് ചെയ്തുകൂടെ? അതായത് ഒരു കേസിനെ സംബന്ധിച്ചിടത്തോളം കൃത്യമായി അന്വേഷണം നടത്തുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് അതിൻ്റെ തെളിവ് ശേഖരിക്കാനും പ്രതിയെ സമയത്ത് കസ്റ്റഡിയിലെടുക്കാനും കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന ബെയിൽ ആപ്ലിക്കേഷനിൽ അതിശക്തമായിട്ടുള്ള എതിർപ്പ് രേഖപ്പെടുത്താനും കോടതി ആവശ്യപ്പെടുന്ന രേഖകൾ വാദമധ്യേ ഹാജരാക്കാനും അതുപോലെ തന്നെ കോടതിയിൽ പ്രോസിക്യൂഷന്റെ വാദങ്ങൾ ശക്തമായിട്ട് നിരത്താനുമുള്ള ശേഷിയുണ്ടല്ലോ. അതിശക്തമായിട്ട് ഈ പ്രോസിക്യൂഷൻ തെളിവുകൾ നിരത്തിയതിന്റെ ഭാഗമായിട്ടാണല്ലോ 10-22 പേജുള്ള ഒരു വിധിന്യായത്തിലൂടെ, സാധാരണ ബെയിൽ ആപ്ലിക്കേഷനിൽ ഇത്ര വിശദമായിട്ടുള്ള ഒരു വിധിന്യായം വരാറില്ല, വളരെ വിശദമായിട്ടുള്ള വിധിന്യായത്തിലൂടെ ആ ജാമ്യം നിഷേധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. അതുകൊണ്ട് ഇന്നിപ്പോൾ ജാമ്യം നിഷേധിച്ചേ ഉള്ളൂ. എത്രയും പെട്ടെന്ന് ഇപ്പോൾ എല്ലാ എയർപോർട്ടിലേക്കും അതുപോലെ എല്ലാ റെയിൽവേ സ്റ്റേഷനിലേക്കും എല്ലാം കൃത്യമായിട്ടുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് അല്ല, നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ബഹുമാനപ്പെട്ട ഡിവിഷൻ ബെഞ്ച് സെപ്റ്റംബർ മാസം 10-ാം തീയതി പുറപ്പെടുവിച്ച ഉത്തരവിന്റെ അവസാനത്തെ 6 ഖണ്ഡികകളിൽ 4ാമത്തെ ഖണ്ഡികയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് സമ്മർദ്ദമോ മറ്റു തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള നിർദ്ദേശമോ ഒരു തരത്തിലുള്ള സമ്മർദ്ദം ഉണ്ടാക്കാത്ത തരത്തിൽ വേണം ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളും എല്ലാം പ്രവർത്തിക്കേണ്ടത് എന്ന് കൃത്യമായി തന്നെ ഡിവിഷൻ ബെഞ്ച് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ കൂടി പാലിക്കണം. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അതിന്റെ വഴിക്ക് വിടുക, നിങ്ങളല്ല തീരുമാനിക്കേണ്ടത്. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇതുവരെ വാദം നടത്തി ആ ജാമ്യം നിഷേധിക്കാൻ കഴിയുമെങ്കിൽ ആ ജാമ്യം നിഷേധിപ്പിക്കാൻ കഴിയുമെങ്കിൽ ആ ജാമ്യം നിഷേധിപ്പിച്ചത് അല്ല ഡോക്ടർ അരുൺ ഇതുവരെ അതിശക്തമായ വാദം നിരത്തി തെളിവ് ശേഖരണം നടത്തി അത് കോടതിയുടെ മുന്നിൽ ഹാജരാക്കി അത് കൃത്യമായി കോടതിയിൽ അവതരിപ്പിച്ച് ആ ജാമ്യം നിഷേധിപ്പിക്കാൻ കഴിഞ്ഞത് നിങ്ങളുടെ ഒരു മാധ്യമങ്ങളുടെ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടല്ല, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയും ആ കോടതിയിൽ ഹാജരായ പ്രോസിക്യൂട്ടറെയും കഴിവ് തന്നെയാണ്. അതുകൊണ്ട് ആ ഇൻവെസ്റ്റിഗേഷൻ അരുൺ, എന്റെ ചോദ്യം വളരെ ലളിതമായിരുന്നു. അതായത് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്ന ഈ സ്വാധീനമുള്ള ഈ പ്രതിക്ക് തെളിവുകൾ നശിപ്പിക്കാനുള്ള സമയം കിട്ടില്ലായിരുന്നു. അതാണ് ഹരീഷ് വാസുദേവൻ ചൂണ്ടിക്കാണിച്ചത്. ആ ഇലക്ട്രോണിക് തെളിവുകൾ അദ്ദേഹം മാറ്റിയിട്ടുണ്ടാവില്ലേ? പരാതി കിട്ടുന്ന സമയം തന്നെ FIR ഇടുന്ന നിമിഷം തന്നെ 376 ചാർജ് ചെയ്താൽ ഇമ്മീഡിയറ്റ്ലി ഈ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ എന്തായിരുന്നു തടസ്സം? അല്ല, ഞാൻ പറഞ്ഞല്ലോ, ഇപ്പൊ ഹരീഷ് വാസുദേവനും ഈ കേസിന് വേണ്ടി അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനും ഈ കേസിന് വേണ്ടി ഹാജരായ അഭിഭാഷകൻ എന്ന രൂപത്തിൽ അദ്ദേഹം ചില വാദങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗമായിട്ട് ഉന്നയിക്കും. പക്ഷെ അദ്ദേഹം ക്രിമിനൽ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു അഭിഭാഷകനാണ്, കൃത്യമായിട്ട് എനിക്കത് ബോധ്യമുള്ളതുമാണ്. അതുകൊണ്ട് ഒരു ജാമ്യാപേക്ഷ ഫയൽ ചെയ്താൽ അപ്പം തന്നെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല? കോടതി വിശദമായി വാദം കേട്ട് വിധി പറയാൻ മാറ്റിയിരിക്കുന്ന ഒരു കേസ്, ആ വിധി വരുന്നത് വരെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആ വിധിയെ ബഹുമാനിച്ച് കാത്തിരിക്കുന്ന രീതിയെല്ലാം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ദൈനംദിനം നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ട് ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി സമയോചിതമായി കൃത്യമായിട്ട് തന്നെ പ്രവർത്തിക്കും, ഒരു സമ്മർദ്ദവുമില്ല. അത് തന്നെയാണ് അതായത് ഹൈക്കോടതി വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചൊരു കേസിൽ ഹൈക്കോടതി വിധിക്ക് മുൻപ് ഒരു അറസ്റ്റ് ചെയ്ത് കോടതിയെ പ്രകോപിപ്പിക്കാനോ കോടതിയെ അനുസരിക്കാതിരിക്കാനോ ശ്രമിച്ചിട്ടില്ല. ആ വിധിക്ക് വേണ്ടി ഹൈക്കോടതിക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അന്വേഷണ ഏജൻസി. അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവൻ. ഡോക്ടർ അരുൺ, ഞാൻ അറസ്റ്റിനെ പറ്റി അല്ലല്ലോ പറഞ്ഞത്. ഞാൻ എന്താ പറഞ്ഞത്? ഈ അരുൺ തന്നെ ഇപ്പോൾ ഇവിടെ വായിച്ചതുപോലെ ഇതിനകത്ത് ചില തെളിവുകൾ പ്രതിയുടെ പക്കലാണുള്ളത്. പ്രതിയാണ് ആ തെളിവുകൾ നശിപ്പിച്ചതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രോസിക്യൂഷനും ഈ കാര്യം കോടതിയിൽ പറയുകയുണ്ടായി. ചോദ്യം ചെയ്യാൻ വിളിക്കുകയും ഇന്ന തെളിവുകൾ ഹാജരാക്കണം എന്ന് പറയുകയും ചെയ്യുന്നതിന് പ്രോസിക്യൂഷനുകൾ തടസ്സമുണ്ടോ? ഇല്ല. ആവശ്യമുള്ള കേസിൽ കസ്റ്റഡിയിലെടുക്കുന്നതിന് തടസ്സമുണ്ടായോ? ഇല്ല. ഞാനിതിനെ രാഷ്ട്രീയമായി കൂടി വായിക്കുന്നത്. ഞാൻ ഈ കേസിൽ ഹാജരായ അഭിഭാഷകൻ എന്നുള്ള പണി ഇന്ന് രാവിലത്തത് കൊണ്ട് എൻ്റെ അവസാനിച്ചല്ലോ, കേസ് കഴിഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വരുന്നത്. കേസിൻ്റെ പരിഗണനയിലുള്ള വേളയിൽ ഒരു ഘട്ടത്തിലും ഞാൻ ഈ കേസിൻ്റെ ഒരു കാര്യവും പറയാൻ ഒരു മാധ്യമത്തിലും വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ ആ കേസിലെ വിധി വന്നിരിക്കുന്നു. ഇപ്പോൾ നമ്മളൊക്കെ സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണ്. നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് എന്താണ്? SITയുടെ മുമ്പിൽ കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട മൊഴികളുടെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള തെളിവ് ശേഖരണം നടത്തേണ്ട ഘട്ടങ്ങളുണ്ട്. ആ ഘട്ടത്തിൽ അത് ഉണ്ടായിട്ടില്ല. അവിടെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു. 2 സാക്ഷികളെ നോക്കൂ നിങ്ങൾ. ഈ കേസിൽ പ്രധാനപ്പെട്ട സാക്ഷികളായി വരേണ്ട ആളുകളെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടാവുന്നു പ്രതി. ഈ കാര്യം ഞാൻ കോടതിയിൽ ചൂണ്ടിക്കാണിച്ച കാര്യം ജഡ്ജ്മെൻറ്റിലുണ്ട്. പ്രോസിക്യൂട്ടർ ചൂണ്ടിക്കാണിച്ച കാര്യമുണ്ട്. സാക്ഷിയെ സ്വാധീനിക്കാൻ സാധ്യതയുണ്ട് എന്ന ഒബ്സർവേഷനുണ്ട്. ഇത്രയും ദിവസം ഈ സാക്ഷികളെ സ്വാധീനിക്കാതിരിക്കാൻ SITക്ക് എന്താണ് ചെയ്തത്? അപ്പോൾ ആരെങ്കിലും ഒരാളൊരു ആൻറ്റിസിപ്പേറ്ററി ബെയിൽ കൊടുത്തിട്ട് ഒരിക്കലും അറസ്റ്റ് ചെയ്യപ്പെടില്ല എന്ന രീതിയിൽ മുമ്പോട്ട് പോകുമെന്നാണോ വിചാരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ പിന്നെ മുകേഷിൻ്റെ കേസിൽ എന്തിനാണ് നോട്ട് ടു അറസ്റ്റ് ഓർഡർ വാങ്ങിച്ചത്?
പിന്നെ കോടതിയെ ബഹുമാനിക്കുന്ന ഒരു സർക്കാർ അറസ്റ്റ് ചെയ്യില്ലല്ലോ. അപ്പോൾ നോട്ട് ടു അറസ്റ്റ് ഓർഡറിന് അതിൻ്റേതായ സാൻഡിറ്റി ഉണ്ട്, അത് അഭിഭാഷകർക്കെല്ലാം അറിയാം. ഞാൻ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഈ കേസിൽ കൊടുത്ത തെളിവുകൾ വേണ്ട രീതിയിൽ അപഗ്രഥിക്കുന്നതിനോ ആ തെളിവുകൾ ശേഖരിക്കുന്നതിനോ സാക്ഷികളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനോ പ്രോസിക്യൂഷൻ്റെ ഭാഗത്തു നിന്ന്, അതായത് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏജൻസിയുടെ ഭാഗത്ത് നിന്ന് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് അതിജീവിത തന്നെയാണ് DGPക്ക് ഒരാഴ്ച മുമ്പ് കംപ്ലയിൻറ്റ് കൊടുത്തത്. കഴിഞ്ഞ ഒരാഴ്ച അതിന്മേലും യാതൊരു നടപടിയും എടുത്തിട്ടില്ല. നമ്മൾ ഇതിനോട് കൂട്ടി ഞാൻ കൂട്ടി വായിക്കുന്നത്, വ്യക്തിപരമായിട്ട് ഞാൻ കൂട്ടി വായിക്കുന്നത്, മുകേഷിൻ്റെ ജാമ്യ ഹർജി അനുവദിച്ച സെഷൻസ് കോടതി ജഡ്ജിയുടെ ജഡ്ജ്മെൻറ്റിനെതിരെ ഒരു അപ്പീൽ കൊടുക്കണ്ട എന്ന് തീരുമാനിക്കുന്നത് സ്റ്റേറ്റാണ്. അത് കേരള പോലീസാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അപ്പോൾ ഇത് രണ്ടും കൂട്ടി വായിക്കുമ്പോൾ ഇതിനകത്ത് പ്രതികളെ പൂർണ്ണമായി തെളിവോടുകൂടി പിടിച്ച് അകത്താക്കണം എന്നൊരു തീരുമാനം. ഇപ്പം ഞാൻ പറയട്ടെ, കോമൺ സെൻസ് ആലോചിച്ചാൽ അറിയാമല്ലോ എന്തുമാത്രം പ്രതികളുടെ കാര്യത്തിൽ നമ്മൾ കോടതിയിൽ കേസ് പറയുന്നു. അവരുടെ ജാമ്യാപേക്ഷ തള്ളുന്നതിൻ്റെ 1 മണിക്കൂറിനുള്ളിൽ അവരെ അറസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം കേരള പോലീസിനില്ലേ? ഇന്നലെയും മിനിഞ്ഞാന്നും ഈ പറയുന്ന പ്രതി ഇവിടെ ഉണ്ടല്ലോ, ആ പ്രതി എവിടെ പോകുന്നു എന്ന് നോക്കാനുള്ള ബാധ്യത കേരള പോലീസിനുണ്ടല്ലോ. അപ്പോൾ നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ സൂചി കൊണ്ടെടുക്കാവുന്നത് JCB കൊണ്ട് പോലും കിട്ടുന്നില്ല എന്നുള്ളിടത്താണ് ഇനി പറയാൻ നാളെ മുതൽ ന്യായമുണ്ട്. അരുൺകുമാർ, എൻ്റെ സുഹൃത്ത് അരുൺകുമാർ പറഞ്ഞ പോലെയാണെങ്കിൽ നാളെ മുതൽ പറയാൻ ന്യായമുണ്ട്. ഇന്ന് വൈകിട്ട് ഓൺലൈനിൽ ഫയൽ ചെയ്താൽ സുപ്രീം കോടതിയിൽ ജാമ്യ ഹർജി ഫയൽ ചെയ്യാൻ പറ്റും. നാളെ മുതൽ, ഇന്ന് മുതൽ സുപ്രീം കോടതിയുടെ പരിഗണനയിലാണ്, അത് കഴിയട്ടെ എന്ന് പറഞ്ഞുകൂടാ. ന്യായം ആർക്കാണ് പറഞ്ഞുകൂടാത്തത്? അതുകൊണ്ട് ഇത്തരം ന്യായങ്ങൾ പറയുക വഴി സംഭവിക്കുന്നത് ഈ കേസിലെ നിർണായകമായ തെളിവുകൾ നശിപ്പിക്കുന്നത്, ഹരീഷ് വാസ്തവൻ. ഒരു നിമിഷം, അഡ്വക്കേറ്റ് കെ. സുനിൽകുമാർ, ഈ അറസ്റ്റ് ചെയ്യണമെന്നല്ല ഹരീഷ് വാസ്തവന്റെയും വാദം. കസ്റ്റഡിയിലെടുത്ത് തെളിവുകൾ നശിപ്പിക്കപ്പെടാത്ത സാഹചര്യം ഒരുക്കുക എന്നത് പ്രോസിക്യൂഷന്റെ ഒരു ആവശ്യമായിരുന്നു. അതെന്തുകൊണ്ട് പ്രോസിക്യൂഷൻ ചെയ്തില്ല? എന്തുകൊണ്ടാണ് ഒരു ദിവസമെങ്കിലും ഈ സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വിളിക്കാഞ്ഞത്? അഡ്വക്കേറ്റ് കെ. സുനിൽകുമാർ. ഡോക്ടർ അരുൺ, ഈ കേസിൽ 22 പേജുള്ള ഇത്രയും വിശദമായിട്ടുള്ള ജഡ്ജ്മെന്റ്, അതിൽ ഈ വലിയ ഒരു വാദം ഏറ്റവും പ്രധാനപ്പെട്ട ഹൈക്കോടതിയിലെ സീനിയർ അഭിഭാഷകനെ അണിനിരത്തി ശ്രീ സിദ്ദിഖ് നടത്തിയത് 8 വർഷം ഡിലേ ഉണ്ട് ഈ കേസിൽ. ആ 8 വർഷം ഡിലേ കൺസിഡർ ചെയ്ത് മുൻകൂർ ജാമ്യം തരണമെന്നായിരുന്നു. 2, ഇതിലൊരു പെനിട്രേറ്റീവ് സെക്സ് ഇല്ല എന്ന രൂപത്തിലുള്ള വാദം നിരത്തി കുറെ സുപ്രീം കോടതി വിധികൾ ഹാജരാക്കി. അപ്പൊ അത്തരം സാഹചര്യത്തിൽ ഈ കേരളത്തിലെ തന്നെ ഏറ്റവും നമ്പർ 1 ലോയറെ അണിനിരത്തി വാദം പറഞ്ഞിട്ടും ആ വാദങ്ങളെയെല്ലാം ഖണ്ഡിച്ചുകൊണ്ട് പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവുകളല്ലേ കോടതി വിശ്വസിച്ചത്. ഇത് മുൻകൂർ ജാമ്യത്തിന് അർഹമായിട്ടുള്ള കേസല്ല, ഇത് ശരിക്കും കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ട കേസാണ് എന്ന് കോടതിയെ കൊണ്ട് പറയിപ്പിച്ചത് പ്രോസിക്യൂഷൻ ഇതുവരെ ശേഖരിച്ച തെളിവുകൾ തന്നെയാണ്. ഒരിക്കലും ഒരു വിക്ടിമിന്റെ അഭിഭാഷകൻ ചാനലിൽ വന്നിരുന്ന് തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹത്തിന് ഇത് കോടതിയിൽ സൂചിപ്പിച്ച് എന്തൊക്കെ തെളിവുകളാണ് നശിപ്പിക്കപ്പെട്ടത് എന്ന് ഈ വിധിന്യായത്തിന്റെ ഭാഗമായി ഉൾപ്പെടുത്താൻ പാടില്ലായിരുന്നോ? ഒരു തെളിവും നശിപ്പിക്കപ്പെട്ടിട്ടില്ല, എല്ലാ തെളിവും ഉണ്ട്, അതെല്ലാം കോടതിയിൽ ഹാജരാക്കി, അത് കോടതിക്ക് കണ്ട് ബോധ്യപ്പെട്ടു, കോടതി സാറ്റിസ്ഫൈഡ് ആണ്. സബ്ജക്റ്റീവായിട്ടും ഒബ്ജക്റ്റീവായിട്ടും ഈ കേസിൽ ഹാജരാക്കിയ തെളിവുകൾ സാറ്റിസ്ഫൈഡ് ആണെന്ന് ബോധ്യപ്പെട്ടിട്ടല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട അഭിഭാഷകൻ ഹാജരായ കേസിൽ പോലും നിന്നാണ് ഈ പരാതിക്കാരിക്ക് ഫേസ്ബുക്ക് വഴി റിക്വസ്റ്റ് അയച്ചത്, സ്കൈപ്പ് വഴി സംസാരിച്ചത്, ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്, ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തത്. ആ മൊബൈൽ ഫോൺ ഇപ്പോൾ പ്രോസിക്യൂഷന്റെ കൈവശമുണ്ടോ? അതൊക്കെ ഈ SIT തീരുമാനിക്കും. ഒരു മാധ്യമ പ്രവർത്തകൻ എന്ന രൂപത്തിൽ മീഡിയ ട്രയൽ നടത്താൻ അങ്ങ് ശ്രമിക്കരുത്. അത്തരത്തിലുള്ള മീഡിയ ട്രയലിന് വേണ്ടി ഒരു അഭിഭാഷകൻ കൂടിയായ എന്നെ പറയുമ്പോൾ സ്വാഭാവികമായ എന്റെ സംശയം പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് തെളിവുകൾ ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാതെ SITക്ക് എങ്ങനെ കിട്ടി? ഞങ്ങളുടെ വാർത്തയിൽ ഒരിടത്ത് പോലും ഈ സിദ്ദിഖിനെ SIT ചോദ്യം ചെയ്യുന്നതായി ഒരു സന്ദർഭവും എത്തിയിട്ടില്ല. അങ്ങേക്കറിയാമെങ്കിൽ പറയൂ, ഈ SIT എപ്പോഴെങ്കിലും സിദ്ദിഖിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ച് ഈ തെളിവുകൾ വാങ്ങിയിട്ടുണ്ടോ? ഇല്ലെങ്കിൽ പിന്നെ എങ്ങനെ കിട്ടും? അല്ല ഡോക്ടർ അരുൺ, ഈ ഹൈക്കോടതിയുടെ ബഹുമാനപ്പെട്ട ജഡ്ജിക്ക് മനസ്സിലായ കാര്യം, പ്രഥമ ദൃഷ്ട്യാ തെളിവുണ്ട് എന്ന്. ജാമ്യാപേക്ഷ ഒരിക്കലും ഒരു മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ട കേസല്ല ഇതെന്ന് ബോധ്യപ്പെട്ട കാര്യം, ആ ബോധ്യപ്പെട്ട സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഹാജരാക്കിയ തെളിവുകൾ
ആ തെളിവുകൾ അങ്ങക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ഈ ചാനലിൽ വന്ന് നിരത്താൻ എനിക്ക് കഴിയില്ല. എനിക്ക് ഒരു മീഡിയ ട്രയലിന്റെ ഭാഗമായി അങ്ങയോട് സഹകരിക്കാൻ കഴിയില്ല. ഇല്ല, സഹകരിക്കാൻ കഴിയില്ല. ധാരണയിൽ ഈ വിധി പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളുണ്ട്. അത് സാഹചര്യ തെളിവുകളാണ്. ആ സാഹചര്യ തെളിവുകൾ പ്രകാരം മസ്കിറ്റോ ഹോട്ടലിലെ, നിള തിയേറ്ററിലെ ഒക്കെ ഇവരുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഈ റൂമിൽ ഇവരുടെ സാന്നിധ്യം സ്ഥിരീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെയാണ് സാഹചര്യ തെളിവുകളായി സ്ഥിരീകരിക്കപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഹരീഷ് ചോദിച്ച ചോദ്യവും ഞാൻ ഉയർത്തുന്ന ചോദ്യവും ഈ സിദ്ദിഖിന്റെ കൈവശമുണ്ടായിരുന്ന ഇലക്ട്രോണിക് ഗാഡ്ജറ്റിലെ നിർണായകമായ വിവരങ്ങൾ അത് ഈ പ്രോസിക്യൂഷന് എന്തുകൊണ്ട് ശേഖരിക്കാൻ കഴിയാതെ പോയി? എന്തുകൊണ്ട് സിദ്ദിഖിനെ ഒരു ദിവസമെങ്കിലും ഇത്രയും ദിവസമായിട്ടും ചോദ്യം ചെയ്യാൻ വിളിച്ചില്ല? ആ തെളിവുകൾ കസ്റ്റഡിയിൽ എടുക്കണ്ടേ? അതാണ് ചോദ്യം. അവിടെ വീഴ്ച സംഭവിച്ചു എന്നാണ് ഹരീഷിന്റെ വാദം. കെ എസ് അരുൺകുമാർ. ഹരീഷ് ഈ കേസിലെ വിക്ടിമിന്റെ അഭിഭാഷകനാണെങ്കിൽ ഈ വാദം എടുക്കേണ്ടത് കോടതിയിലാണ്. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഈ വാദം എടുക്കാമല്ലോ. എന്തൊക്കെ തെളിവുകൾ നശിപ്പിക്കപ്പെട്ടു, എന്തൊക്കെ തെളിവുകൾ ഹാജരാക്കി, അതിൽ ഏതൊക്കെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് പരാജയം വന്നിട്ടുണ്ടോ? അത് ചാനലിലല്ല മിസ്റ്റർ എടുക്കേണ്ടത്. ആ ചാനലിൽ എടുക്കുന്ന തെളിവിനോട് പ്രതികരിക്കാൻ എനിക്ക് മനസ്സില്ല. കാരണം ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവിന്റെ 4ാമത്തെ ഓപ്പർട്ടീവ് പോർഷൻ ആ ഉത്തരവിൽ സെപ്റ്റംബർ 10 ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്, ഇതിൽ ഒരു തരത്തിലും മീഡിയ ട്രയൽ നടത്തരുത്. അത് മാധ്യമമായാലും സോഷ്യൽ മീഡിയ ആയാലും ചാനലായാലും തെളിവെടുപ്പുമായി ഇടപെടരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് താങ്കൾ പൊതുസമൂഹ മധ്യത്തിൽ പറയുന്നത് എന്തിനെന്നാണ് ചോദ്യം. ഞാൻ അതിനുള്ള മറുപടി കഴിഞ്ഞ തവണ പറഞ്ഞു കഴിഞ്ഞല്ലോ. പാരഗ്രാഫ് 6 വായിച്ചാൽ എൻ്റെ ആർഗ്യുമെൻ്റ് എന്തായിരുന്നു എന്നുള്ളതും അതിനകത്ത് ഈ കാര്യങ്ങൾ ഞാൻ ഉന്നയിച്ചിട്ടുണ്ടോ എന്നുള്ളതും പരിശോധിക്കാം. ആളുകളുടെ യുക്തിയെ ചോദ്യം ചെയ്യുന്നത് ശരിയല്ലല്ലോ. ഒരാളുടെ ജാമ്യാപേക്ഷ വന്നാൽ അത് തള്ളണം എന്നതിൽ കൂടുതൽ തുടരന്വേഷണം നടത്തുകയോ ഈ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ഗതിവിഗതികളെ പരിശോധിക്കുകയോ മെറിറ്റ് പരിശോധിക്കുകയോ ഒന്നും ചെയ്യേണ്ട കോടതിയല്ല അത്. അപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും അല്ലെങ്കിൽ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. ബഹുമാനപ്പെട്ട കോടതി ഒരാളുടെ മുൻകൂർ ജാമ്യാപേക്ഷ കേൾക്കുന്ന വേളയിൽ ആ കേസിൻ്റെ അന്വേഷണത്തെ സ്വാധീനിക്കുന്ന തരത്തിലോ അല്ലെങ്കിൽ ആ കേസിൻ്റെ അന്വേഷണം പോകുന്നത് ശരിയായ ഘട്ടത്തിലാണോ എന്ന് പരിശോധിക്കുന്ന ഒരു കോടതിയല്ല അത്. അപ്പോൾ പാരഗ്രാഫ് 6 വായിച്ചിട്ടുള്ള താങ്കളുടെ വാദത്തെ ഉദ്ധരിച്ച് കോടതി വിധിന്യായത്തിൽ പറയുന്ന ഭാഗം അരുൺകുമാർ കേട്ടോളൂ. ഈ പറയുന്ന കാര്യം ഹരീഷ് അവിടെ ഉന്നയിച്ചിട്ടുണ്ട്. പറയുന്ന ഭാഗം ഇതാണ്: the fact that the petitioner has deleted his Facebook account through which he contacted the survivor after the registration of the crime proves his culpability. The state police are not conducting the investigation properly. They have yielded to the petitioner's influence by not arresting him or recovering the electronic evidence. There is every likelihood of the petitioner destroying the evidence എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് ഹരീഷ് ഇവിടെ പറയുന്നതല്ല, കോടതി പറഞ്ഞിട്ടുണ്ട്, വിധിന്യായത്തിലുണ്ട്. അരുൺകുമാർ നോക്കൂ, കോടതി ആ വിധിന്യായത്തിലേക്ക് എത്തിച്ചേർന്ന സാഹചര്യം തന്നെ ഈ അറസ്റ്റ് വൈകുന്നത് കൊണ്ട് ഇത്തരത്തിലുള്ള തെളിവ്. മിസ്റ്റർ ഡോക്ടർ അരുൺ, അല്ല, യു ആർ പ്രൊട്ടക്ടിങ് ഹരീഷ് വാസുദേവൻ. ആ വിധിന്യായത്തിന്റെ അവസാനത്തെ വാചകം കൂടി താങ്കളൊന്ന് വായിച്ചേ. ബെയിൽ റിജക്ട് ചെയ്തുകൊണ്ടുള്ള ഉത്തരവിന്റെ അവസാനത്തെ വാചകം. മെറിറ്റിലേക്ക് കടക്കുന്നില്ലെന്നല്ലേ? അല്ല, അവസാന വാചകം ഒന്ന് വായിച്ചേ താങ്കൾ. അതല്ലേ അങ്ങനല്ലേ എല്ലാ കേസ് ഇന്ത്യൻ ബെയിൽ തള്ളുന്ന എല്ലാ കേസിലും അങ്ങനെയല്ലേ എഴുതുക? എപ്പോഴെങ്കിലും ഇന്ത്യൻ ബെയിൽ തള്ളുന്ന കേസിൽ കോടതി മെറിറ്റിലേക്ക് കടക്കൂ? എന്താണ് കെ എസ് അരുൺകുമാർ? ഞാനൊരു ഭാഗം കൂടി വായിക്കാം. അങ്ങ് പറഞ്ഞ സ്ഥിതിക്ക് ഒരു ഭാഗം കൂടി ഞാൻ വായിക്കാം. ഈ സർക്കാരിന്റെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിലപാട് പാരഗ്രാഫ് 24. Although the expert committee submitted the report to the government in 2019, mysteriously the government maintained a sphinx-like silence for 5 years. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, ഇതും ആ കോടതിയുടെ വിധിന്യായത്തിലുണ്ടേ. അല്ല, വിധിന്യായത്തിൽ പലതും ഉണ്ടാവും മിസ്റ്റർ. നിങ്ങൾ അടർത്തിയെടുത്ത് നിങ്ങൾക്ക് മീഡിയ ട്രയൽ നടത്താനായിട്ട് വാദിക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞല്ലോ, ഈ കേസിൽ ഏറ്റവും ക്ലിഞ്ചിങ് ആയിട്ടുള്ള തെളിവുകൾ അദ്ദേഹം വാദിച്ചു എന്ന് പറഞ്ഞാൽ ഏത് വക്കീൽ വാദിച്ചാലും ആ വാദം എഴുതി വെക്കും. അതിൽ എന്തെങ്കിലും ഒരു ഫൈൻഡിങ് കോടതിയുടേതായിട്ടുണ്ടോ? കോടതി കണ്ടെത്തിയിട്ടുണ്ട്. നല്ല ക്ലിയർ ക്ലിഞ്ചിങ് എവിഡൻസ് പ്രോസിക്യൂഷൻ ഹാജരാക്കിയിട്ടുണ്ട്. ആ പ്രോസിക്യൂഷൻ ഹാജരാക്കിയ തെളിവ് പ്രകാരം ഈ കേസിലെ പെറ്റീഷണറായിട്ടുള്ള സിദ്ദിഖിന് ജാമ്യം കൊടുക്കേണ്ടതില്ല. കസ്റ്റഡിയോ ഇൻട്രോഗേഷൻ വേണം. അതിനുവേണ്ടി ജാമ്യാപേക്ഷ നിഷേധിക്കുന്നു. അവസാനം പറഞ്ഞിട്ടുണ്ട്, നെവർത്തിലെസ് ഇറ്റ് ഈസ് ക്ലാരിഫൈഡ് ദാറ്റ് ദ ഒബ്സർവേഷൻ മെയ്ഡ് ഇൻ ദിസ് ഓർഡർ ആർ ഓൺലി ഫോർ ദി പർപ്പസ് ഓഫ് കൺസിഡറിംഗ് ദ ആപ്ലിക്കേഷൻ ആൻഡ് ഷാൽ നോട്ട് ബി കൺസ്ട്രൂഡ് ആസ് ആൻ എക്സ്പ്രഷൻ ഓഫ് ദി മെറിറ്റ് ഓഫ് ദി കേസ്. ഈ കേസിൽ കടന്നിട്ടേ ഇല്ല. അല്ല, അപ്പൊ സുപ്രീം കോടതിയിൽ അപേക്ഷ ഞാൻ പറയട്ടെ, സുപ്രീം കോടതിയിൽ അവരുടെ വഴിക്ക് വിടുക, ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അവരുടെ വഴിക്ക് വിടുക.
നിങ്ങൾ മീഡിയ ട്രയൽ നടത്തിയാലൊന്നും ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഒരു തരത്തിലും അവരുടെ അന്വേഷണത്തെ പുറകോട്ട് പോകില്ല. ശക്തമായിട്ടുള്ള അന്വേഷണം നടത്തും. ഡിവിഷൻ ബെഞ്ചിന്റെ സർവൈലൻസിലാണ് ചർച്ചയെ മുഴുവനും മീഡിയ ട്രയലാക്കി അവതരിപ്പിക്കാൻ അരുൺകുമാറിന് താല്പര്യമുണ്ടാവും. അതങ്ങനെ ആയിക്കോളൂ. പക്ഷേ ഞാൻ ചോദിക്കുന്നത്, നമ്മളാരും ഒരു തരത്തിലുള്ള പ്രഷറോ ഒരു തരത്തിലുള്ള ഒബ്സർവേഷനോ അതിനകത്ത് നടത്തില്ല. പക്ഷേ ലളിതമായ യുക്തിസഹമായ ഒരു ചോദ്യം ചോദിക്കാനുള്ള പൗരന്മാരുടെ അവകാശം അവിടെ നിലനിൽക്കും. അതിലൂടെ ചോദിക്കുകയാണ്, ഇന്നലെ വരെ ഇല്ലാതിരുന്നൊരു സാഹചര്യം ശ്രീ അരുൺകുമാർ ഈ ചർച്ചയിൽ പറയുന്നു, ബെയിൽ കൺസിഡർ ചെയ്യുന്നതുകൊണ്ടാണ് അറസ്റ്റ് നടക്കാത്തതും ചോദ്യം ചെയ്യാത്തതും എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി ചോദ്യം ചെയ്യൽ സുപ്രീം കോടതി വിധി വന്ന ശേഷമല്ലേ ഉണ്ടാവും? ചുരുങ്ങിയ വാക്കിൽ മറുപടി. എനിക്ക് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി തീരുമാനിച്ചോളും. നിങ്ങൾ മീഡിയ ട്രയലായിട്ട് മുന്നോട്ട് പോകൂ. അല്ല, നിങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള എത്ര നിലപാടെടുത്താലും ജനങ്ങൾക്ക് മനസ്സിലുണ്ട് ഇത് കൃത്യമായിട്ട്. ഇതിൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി മുൻകൂർ ജാമ്യം അനുവദിച്ചിട്ടല്ലോ ഈ ചർച്ച. നിഷേധിച്ചിട്ടല്ലേ ഈ ചർച്ച. മുകേഷിന് ജാമ്യം കിട്ടിയപ്പോൾ അപ്പീൽ പോകാഞ്ഞത് എന്തുകൊണ്ടായിരിക്കും? സാധാരണ ജാമ്യത്തിൽ അപ്പീൽ പോകണോ വേണ്ടയോ എന്നെല്ലാം കൃത്യമായി ആ ജാമ്യ ഉത്തരവ് നോക്കി ലീഗൽ ഒപ്പീനിയൻ എടുത്ത് ഒരു സ്റ്റേറ്റിനെ സംബന്ധിച്ചിടത്തോളം അഡ്വക്കേറ്റ് ജനറലും അതുപോലെ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെയും ഒപ്പീനിയൻ എടുക്കും. കേന്ദ്ര ഗവൺമെന്റ് ആണെങ്കിൽ സോളിസിറ്റർ ജനറലിന്റെ ഒപ്പീനിയൻ എടുക്കും. വെദർ അപ്പീൽ വിൽ ലൈ ഓർ നോട്ട് എന്ന ചോദ്യത്തിൽ ഉത്തരം കണ്ടെത്തും. അതിൽ ലീഗൽ ഒപ്പീനിയൻ നെഗറ്റീവ് ആയിട്ടാണെങ്കിൽ അപ്പീൽ പോകില്ല. ഇതൊക്കെ ഏറ്റവും ബേസിക് ആയിട്ട് താങ്കൾക്ക് അറിയാവുന്നതല്ലേ. നിങ്ങൾ എത്ര നുണ പ്രചരിപ്പിച്ചാലും എത്ര ആരോപണം നടത്തി മീഡിയ ട്രയൽ നടത്തിയാലും കൃത്യമായി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ മുന്നോട്ട് പോകും. ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിന്റെ സർവൈലൻസുമായി മുന്നോട്ട് പോകും. ഒരിക്കലും മീഡിയയുടെ സർവൈലൻസ് അവസരമൊരുക്കി കൊടുക്കും. എന്നിട്ട് പറയും എല്ലാം അന്വേഷണ ഏജൻസി തീരുമാനിക്കും എന്ന് പറയും. മാധ്യമങ്ങൾ ചർച്ച ചെയ്യരുത്, ആരും ഒന്നും മിണ്ടരുത്, മീഡിയ ട്രയലാണ്, അത് മാധ്യമ വിചാരണയാണ് എന്ന് പറയും. അതിനുവേണ്ടി ഹൈക്കോടതിയിൽ നിങ്ങൾ പോയി പറഞ്ഞു മാധ്യമങ്ങളെ നിയന്ത്രിക്കണം. എന്നിട്ട് നിങ്ങൾ പറഞ്ഞത് കേട്ടില്ലല്ലോ. ഹൈക്കോടതി മാധ്യമങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊള്ളും എന്നൊരു നിർദ്ദേശം മാത്രമേ കൊടുത്തുള്ളൂ. അതെ, അത് നിങ്ങൾ അത് മാധ്യമങ്ങൾ സ്വയം നിയന്ത്രിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടാണ് ഈ കേസിന്റെ വിധി വരുന്നതുവരെ ഈ കേസിന്റെ മെറിറ്റിലേക്ക് നമ്മൾ കടന്ന് സംസാരിക്കാത്തത്. അതുകൊണ്ടാണ് ഈ കേസിന്റെ മെറിറ്റിലേക്ക് ഈ നിമിഷവും ഞാൻ കണക്കാത്തത്. നോക്കൂ കെ എസ് അരുൺകുമാർ, ഇത് സോളാർ കേസിൽ ഇല്ലാത്ത നിങ്ങളുടെ ആരോപണമാണ്. ഇത് എൽദോയ്ക്ക് ബാധകമല്ലാത്ത നിങ്ങളുടെ ആരോപണമാണ്. ഇത് വിൻസെന്റിന് ബാധകമല്ലാത്ത ആരോപണമാണ്. ആ കേസിലൊക്കെ നിങ്ങൾക്ക് ജാമ്യാപേക്ഷയുമായിട്ട് നിൽക്കുന്ന സമയത്ത് ചാനൽ തോറും കയറി ഇറങ്ങി നിങ്ങൾ തന്നെയല്ലേ ഈ പറയുന്ന മീഡിയ ട്രയലിന്റെ ഭാഗമായത്. തങ്ങൾക്ക് അനുകൂലമായിട്ടാണെങ്കിൽ അത് മീഡിയയുടെ ധർമ്മം, തങ്ങൾക്കെതിരായിട്ടാകുമ്പോൾ മീഡിയ ട്രയൽ കൊല്ലാൻ നരേറ്റീവ്. അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, താങ്ക് യു. ഹരീഷ് വാസുദേവൻ, ഇടവേള വേണം, മറ്റതിഥികളിലേക്ക് തിരികെ വരാം. കയ്യിലിരുന്നാൽ മതി, റേറ്റിംഗിന് വേണ്ടി കളിച്ചാൽ മതി, നുണവാർത്ത പറഞ്ഞിട്ട് മാപ്പ് പറഞ്ഞാൽ മതി, മാപ്പ് മത്സരിച്ചു പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ബലാത്സംഗ കേസിൽ പ്രതിചേർക്കപ്പെട്ട നടൻ സിദ്ദിഖിനെ തേടി അലയുകയാണ് പ്രത്യേക അന്വേഷണ സംഘം. ഡോക്ടർ ജിൻഡോ ജോൺ, കോൺഗ്രസ് പ്രതിനിധി, അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ, CPM പ്രതിനിധി, സാമൂഹ്യ നിരീക്ഷകൻ മിഥുൻ വിജയകുമാർ, ധന്യരാമൻ, സാമൂഹ്യ പ്രവർത്തകർ നമുക്കൊപ്പം ചേരുന്നു. ആദ്യം ഞാൻ ജിൻഡോയിലേക്ക് കൂടി ഒന്ന് പോകുന്നു. ഡോക്ടർ ജിൻഡോ ജോൺ, ആ കേസുമായി ബന്ധപ്പെട്ട വിഷയം, കേസിൽ അപ്പിയർ ചെയ്ത പരാതിക്കാരിയുടെ അഭിഭാഷകൻ നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ ആദ്യഘട്ടത്തിൽ അതിൻ്റെ നിയമവശങ്ങളിലേക്ക് പോയത്. ഡോക്ടർ ജിൻഡോ ജോൺ, ഇനി ഈ വിഷയത്തിൻ്റെ രാഷ്ട്രീയ വശത്തേക്ക് വന്നാൽ, ഇന്നിപ്പോൾ പ്രോസിക്യൂഷന് കോടതിയിൽ വാദിക്കാൻ സാധിച്ചത് ഗുരുതരമായ കുറ്റകൃത്യമാണ് ഇത്. ആ കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടയാൾ സ്വാധീനശേഷിയുള്ളയാളാണ്. പക്ഷേ അപ്പോഴും പൊതുസമൂഹത്തിൽ ഉയരുന്ന ചോദ്യം, എന്നിട്ട് എന്തുകൊണ്ട് ഒരു ദിവസം പോലും ഇദ്ദേഹത്തെ ചോദ്യം ചെയ്യാതെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുന്നതുവരെ അന്വേഷണ സംഘം കാത്തിരുന്നുവെന്നാണ്. മാത്രവുമല്ല, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അടയിരുന്നു എന്ന വിമർശനം ഇന്നും ഹൈക്കോടതി ഉന്നയിക്കുകയും ചെയ്യുന്നു. ഡോക്ടർ ജിൻഡോ ജോൺ, യഥാർത്ഥത്തിൽ ഈ സർക്കാരിന് ഈ അതിജീവിതകളുടെ കാര്യത്തിൽ ഒരു യഥാർത്ഥ താല്പര്യമുണ്ടെന്ന് തോന്നുന്നതാണോ ഈ വിധി? ഈ വിധിയിലൂടെ നമുക്കൊരു കാര്യം മനസ്സിലായി, ഈ സർക്കാരിന് താല്പര്യമില്ലെങ്കിലും രാജ്യത്തെ കോടതികളിൽ നമുക്ക് വിശ്വാസം അർപ്പിക്കാം എന്നുള്ള കാര്യം. കാരണം സിദ്ദിഖിൻ്റെ കാര്യം തന്നെ ഇവിടെ അരുൺകുമാർ കുറേ വാദിച്ചു. ഞങ്ങളിലേക്ക് വരാൻ വൈകിയതിൽ ഒരു വിഷമവും ഇല്ല. കാരണം അഡ്വക്കേറ്റ് ഹരീഷ് വാസുദേവനും അഡ്വക്കേറ്റ് അരുൺകുമാറും തമ്മിൽ സംസാരിച്ചപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങൾക്ക് കാര്യമൊക്കെ ഏകദേശം വൃത്തിയായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇത് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. ഈ കോടതി പരാമർശത്തിൽ ഒരു കാര്യമുണ്ട്. 5 വർഷക്കാലമായിട്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ സർക്കാർ
സർക്കാർ നടപടി സ്വീകരിച്ചില്ല എന്നുള്ള രീതിയിൽ ഒരു ആക്ഷേപകരമായിട്ടുള്ള പരാമർശമുണ്ട്. ആ സർക്കാരിൻ്റെ പ്രോസിക്യൂഷൻ, ആ സർക്കാരിൻ്റെ വക്കീലാണ് ഇന്ന് ഈ അതിജീവിതയ്ക്ക് വേണ്ടി സിദ്ദിഖിനെതിരായിട്ടുള്ള വിധി നേടിയെടുത്തത് എന്ന് പറഞ്ഞ് അരുൺകുമാർ അഭിമാനിക്കുമ്പോൾ, ഈ സിദ്ദിഖിനെതിരെ കേസെടുത്തിട്ട് ഏകദേശം 3 ആഴ്ചയോളമായി. ഈ പെൺകുട്ടി പരാതി കൊടുത്തതിന് ശേഷം സിദ്ദിഖ് തിരിച്ചൊരു പരാതി കൊടുത്തിട്ടുണ്ട് DGPയുടെ അടുത്ത്, പെൺകുട്ടി തെറ്റായ പരാതിയാണ് ഉന്നയിക്കുന്നതെന്നും പറഞ്ഞ്. ഈ പോക്സോ അട്രാക്ട് ചെയ്യുന്ന ഒരു കേസെടുത്തിട്ട് ഇത്രയും ദിവസം കേരളത്തിലെ പോലീസ് എന്തുകൊണ്ടാണ് സിദ്ദിഖിനോട് കാര്യങ്ങളൊന്നും ആരായാതിരുന്നത്, സിദ്ദിഖിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാതിരുന്നത്? സിദ്ദിഖിന് കിട്ടിയ ഈ സാവകാശം കേരളത്തിലെ മറ്റെല്ലാവർക്കും കിട്ടുമോ? അങ്ങനെ കിട്ടാനുള്ള സാഹചര്യമുണ്ടോ? ഇല്ല. അപ്പോൾ ഈ സർക്കാരിൻ്റെ നയം ഇതിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ട് വ്യക്തമാണ്. സർക്കാർ സിദ്ദിഖ് ഉൾപ്പെടെ മുകേഷ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് അനുകൂലമായിട്ടുള്ള നടപടിയാണ് എടുക്കുന്നത്. പിന്നെ ഈ നടപടിയിലൂടെ ഹേമ കമ്മിറ്റിയിലേക്ക് തന്നെ ഞാൻ വരുന്നത്, ഈ നടപടിയിലൂടെ ഹേമ കമ്മിറ്റിയിൽ വിഷയങ്ങൾ ഉന്നയിച്ച് പരാതി ഉന്നയിച്ച അതിജീവിതമാർക്ക് അവർ നേരിട്ട് വന്ന് പരാതി തന്നാൽ കേസെടുക്കാമെന്നാണ് സർക്കാരിൻ്റെ നിലപാട്. അങ്ങനെ ഒരു വാദത്തെ അംഗീകരിക്കണമെങ്കിൽ അങ്ങനെ സർക്കാർ ആ അതിജീവിതമാർക്ക്, പരാതിക്കാരായിട്ടുള്ള പെൺകുട്ടികൾക്ക്, സങ്കടം തുറന്നു പറഞ്ഞവർക്ക് മുന്നിൽ വന്ന് സർക്കാരിൻ്റെ മുമ്പിൽ, പോലീസിൻ്റെ മുമ്പിൽ പരാതി കൊടുക്കാൻ ശേഷി നൽകുന്ന, ആർജവം നൽകുന്ന എന്ത് നിലപാടാണ് ഈ നിമിഷം വരെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്? അങ്ങനെ ഉണ്ടായിട്ടില്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ അന്വേഷണം നടത്താനല്ല സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് തന്നെ. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് ഭാഗികമായി പുറത്ത് വന്നതിന് ശേഷം പൊതുസമൂഹത്തിൻ്റെ മുൻപിൽ വന്ന് അഭിപ്രായം പറഞ്ഞ ആളുകളുടെ പരാതി അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോഴും ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് അന്വേഷിക്കാൻ ഈ സർക്കാർ ഒരു ചുക്കും നടപടിയും സ്വീകരിച്ചിട്ടില്ല. അതും നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഈ റിപ്പോർട്ട് തന്നെ ഭാഗികമായിട്ട് പുറത്തു വന്ന എങ്ങനെയാ? കോടതി ഇടപെടലിലൂടെയാണ്. സർക്കാർ സ്വമേധയാ റിപ്പോർട്ട് പുറത്തുവിട്ടില്ല. പരാതി ഇന്നെ സിദ്ദിഖിൻ്റെ കേസ് തന്നെ വീണ്ടും ആലോചിച്ച് നോക്കും. സിദ്ദിഖിനെതിരെ പരാതി കൊടുത്ത പെൺകുട്ടിയുടെ പരാതി പുറത്തു വരുന്നു. എവിടെന്നാണ് പുറത്തു വരുന്നത്? സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ മുമ്പിൽ പരാതി കൊടുക്കുകയാണ്. ഈ പോലീസിന് കൊടുത്ത പരാതി പുറത്തു വരുന്നു. സിദ്ദിഖ് അനുകൂലമായിട്ടാണോ പെൺകുട്ടിക്ക് അനുകൂലമായിട്ടാണോ കേരള പോലീസിൻ്റെ നിലപാട്? തെളിവ് നശിപ്പിക്കാൻ സിദ്ദിഖിന് സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് പോലീസല്ലേ? ആ മുൻകൂർ ജാമ്യ ഹർജിയിൽ വിധി വരുന്നത് വരെ സിദ്ദിഖിന് നിർബാധം നടന്ന് കാര്യങ്ങളൊക്കെ നടത്താനുള്ള സൗകര്യം ചെയ്തു കൊടുത്തത് പോലീസല്ലേ? ഈ സൗകര്യങ്ങൾ മറ്റാർക്കും കേരളത്തിൽ കഴിഞ്ഞ 8 വർഷക്കാലം നമ്മൾ കണ്ടിട്ടില്ലല്ലോ. അപ്പോൾ അതിൽ നമ്മൾ മനസ്സിലാക്കുന്നത് എന്താ? സർക്കാർ സംവിധാനങ്ങൾ സിദ്ദിഖിനെ പോലെയുള്ള പീഡകരെ സംരക്ഷിക്കാനുള്ള നിലപാടെടുക്കുന്നു. ഇനി ഒരു കാര്യം വേണ്ടി വാദിക്കുകയും വേട്ടക്കാരുടെ ഭാഗം വരുമ്പോൾ നിശബ്ദമാവുകയും ചെയ്യുന്നു. എക്സാക്ട്ലി അത് തന്നെയാണ്. ഇരയ്ക്ക് വേണ്ടിയിട്ടാണെന്ന് പറയുന്നു. വനിതാ മതിൽ എന്ന് പറഞ്ഞ് കുറേ പാവപ്പെട്ട സ്ത്രീകളെ കേരളത്തിൻ്റെ ഹൈവേയിൽ കൊണ്ടുവന്ന് വെയിൽ കൊള്ളിച്ച് കൈ പിടിച്ച് നിർത്തി മുദ്രാവാക്യം വിളിക്കും. പക്ഷേ വേട്ടക്കാരോടൊപ്പമാണ് സർക്കാർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് തന്നെ അതിനൊരു ദൃഷ്ടാന്തമാണ്. ഇനി മുകേഷിൻ്റെ കേസ് എടുക്കൂ. മുകേഷിന് ജാമ്യം കിട്ടുന്നു കോടതിയിൽ നിന്ന്. മുകേഷിൻ്റെ ജാമ്യത്തിനെതിരെ അപ്പീൽ കൊടുക്കുന്നില്ല. അതിന് അഡ്വക്കേറ്റ് അരുൺകുമാർ, ഞാനൊരു വക്കീലൊന്നുമല്ല, പക്ഷേ എൻ്റെ സാമാന്യ ബോധത്തിൽ നിന്ന് ചോദിക്കുകയാണ്, അഡ്വക്കേറ്റ് അരുൺകുമാർ പറഞ്ഞ മറുപടി എന്താ? ലീഗൽ ഒപ്പീനിയൻ എടുത്തു. ആ ലീഗൽ ഒപ്പീനിയൻ പ്രകാരമാണ് ഈ മുകേഷിന് കിട്ടിയ ജാമ്യത്തിനെതിരെ അപ്പീൽ പോകാത്തതെന്ന്. ഏത് ലീഗൽ ഒപ്പീനിയനാണ് നിങ്ങൾ എടുത്തത്? ആ ലീഗൽ ഒപ്പീനിയനിൽ എന്താണ് പറഞ്ഞിട്ടുള്ളത്? മുകേഷിൻ്റെ ജാമ്യത്തിന് എതിരെ അപ്പീൽ പോകണ്ട എന്നുള്ള ലീഗൽ ഒപ്പീനിയൻ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ പുറത്താണ് പോകാത്തത് എങ്കിൽ ആ ലീഗൽ ഒപ്പീനിയൻ തന്ന ഉദ്യോഗസ്ഥൻ ആരാണ്? അത് തന്ന ആളെക്കുറിച്ച് കൂടി നമ്മൾ അറിയണമല്ലോ. ഏകദേശം കേരളത്തിൻ്റെ നിയമവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് സർക്കാർ വക്കീലന്മാർക്ക് 155 കോടി രൂപ ഒരു വർഷം ശമ്പളം കൊടുക്കുന്നുണ്ട്. അതിലേത് വക്കീലാണ് മുകേഷിൻ്റെ ജാമ്യത്തിൽ അപ്പീൽ പോകണ്ടെന്ന് നിങ്ങൾക്ക് ലീഗൽ ഒപ്പീനിയൻ തന്നതെന്ന് കൂടി അറിയാൻ ഞങ്ങൾക്ക് പൊതുസമൂഹത്തിന് താല്പര്യമാണ്. അതിന് മറുപടി പറയട്ടെ. ഞാൻ ധന്യരാമനിലേക്ക് കൂടി പോയി വരാം. ധന്യരാമൻ, ഇന്നത്തെ ഇതുവരെയും ഈ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാതെ പോയ സാഹചര്യം കൂടി മുൻനിർത്തി മുകേഷിന് ജാമ്യം കിട്ടുകയും മറ്റു 2 അതിഥികളിലേക്ക് കൂടി വന്ന് താങ്കൾക്ക് മറുപടി പറയാനുള്ള സമയം ഞാൻ നൽകാം. ധന്യരാമൻ, ഇപ്പോൾ സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. മുകേഷിന് ജാമ്യം കിട്ടിയിട്ടും അപ്പീലിന് പോകുന്നില്ല എന്നത് തീരുമാനിക്കുന്നു. എന്താണ് ധന്യരാമൻ മനസ്സിലാക്കുന്നത്? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഇത്രമേൽ അടയിരുന്ന സർക്കാർ അതിനുശേഷവും ഈ അതിജീവിതകളോടൊപ്പം നിൽക്കുന്നില്ല എന്നാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഈ സിദ്ദിഖിൻ്റെ കേസിൽ അതിജീവിത വളരെ സ്ട്രോങ് ആയിരുന്നു. വളരെ സ്ട്രോങ് ആയിട്ട് അവർ വന്ന് അവരുടെ മൊഴി കൊടുത്തു. അത് മാധ്യമങ്ങൾക്ക് മുൻപിൽ അവർ പ്രതികരിച്ചു. അതുപോലെ തന്നെ എവിടെയും അവർക്കൊരു തടസ്സമില്ല. അവർ വളരെ സ്ട്രോങ് ആയി നിന്നു. അതിനനുസരിച്ച് അവർക്ക് ഇലക്ട്രോണിക് എവിഡൻസ് ആയാലും മുമ്പ് അവർ പോയിട്ടുള്ള സ്ഥലങ്ങളിലെ എവിഡൻസൊക്കെ കളക്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാനായിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനോട് സംസാരിച്ചപ്പോൾ അന്നേ ഇങ്ങനെ സംസാരിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതൊക്കെ ഉള്ള സംഭവങ്ങൾ തന്നെയാണ്, പക്ഷേ ഇവർക്കൊക്കെ ഇത് പുറത്ത് പറയാനായിട്ട് ഒരുപാട് സമയമെടുക്കും. കാരണം ഇത് ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ളൊരു മേഖലയാണ്. അവിടെ ഒരു പെൺകുട്ടിക്ക് ഒറ്റയ്ക്ക് വന്ന് നിന്ന് എനിക്കിങ്ങനെ സംഭവിച്ചു എന്ന് പറയാനുള്ള ആ ഒരു സ്പേസ് നമ്മുടെ സംസ്ഥാനത്തില്ല എന്നുള്ളതൊരു സത്യമാണ്.
എനിക്കിങ്ങനെ സംഭവിച്ചു, എന്നെ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് എന്ന് ഒരു പെൺകുട്ടിക്ക് പുറത്ത് പറയാനുള്ള ഒരു സാഹചര്യം ഇപ്പോഴാണ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ശേഷം ഇപ്പോൾ ഇത്രയും വർഷങ്ങൾ പിന്നിട്ട് ഇതിന് ഭയങ്കര സമ്മർദ്ദങ്ങൾ ഉണ്ടായ ഒരു സാഹചര്യത്തിലാണ് ഈ കേസ്, ഈ ഒരു റിപ്പോർട്ട് തന്നെ പൊതുസമൂഹം കാണുന്നത്. എനിക്ക് ഇപ്പോഴും അറിയാനുള്ളത്, അന്ന് പറഞ്ഞിട്ടുണ്ട്, അതിനകത്ത് കോടതി തന്നെ പറഞ്ഞു പോക്സോ കേസ് അടക്കം ഇതിനകത്ത് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏതാണ് ആ പോക്സോ കേസ്? അത് ഇനിയും പുറത്തു വന്നിട്ടില്ലേ? ആ മൊഴികളൊക്കെ ഇനിയും എപ്പോഴായിരിക്കും, ആ മൊഴിയുടെ അടിസ്ഥാനത്തിലേക്ക് ഇനിയും കേസുകൾ രജിസ്റ്റർ ചെയ്യാനുണ്ട്. അതൊക്കെ ഇനി എന്നായിരിക്കും ഉണ്ടാവുക? അപ്പോൾ ഇനിയും ഇതുപോലെ ഡിലേ ആയി വരുമോ എന്നുള്ളതാണ്. അപ്പോൾ എത്രയോ കാലപ്പഴക്കം ചെന്നിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് കേസ് കൂടുതൽ ആൾക്കാരെ ഉപയോഗിച്ച് ഇത്തരത്തിൽ സിദ്ദിഖിനെയൊക്കെ നേരത്തെ കസ്റ്റഡിയിലെടുത്ത് ഈ ഇലക്ട്രോണിക് എവിഡൻസ് ഒക്കെ നശിപ്പിക്കാൻ ഉള്ള ഒരു സാഹചര്യം കൊടുക്കരുത്, അത്രയും സമയം കൊടുക്കരുതായിരുന്നു. കഴിഞ്ഞ 2 വർഷമായിട്ട് കേരള പോലീസിൻ്റെ ഇത്തരത്തിലുള്ള എല്ലാ കേസുകളിലും എല്ലാം സ്ലോ ആണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഞങ്ങൾ തന്നെ ഇടപെടുന്ന അട്രോസിറ്റി കേസുകളൊന്നും ഒരു അട്രോസിറ്റി രജിസ്റ്റർ ചെയ്യാറില്ല. അഥവാ ചെയ്താൽ തന്നെ 2-3 മാസം പിടിക്കണം, പലതവണ പോലീസ് സ്റ്റേഷൻ കയറി ഇറങ്ങണം. അപ്പോൾ ഈ ആഭ്യന്തര വകുപ്പിന് ഭയങ്കര ഒരു സ്ലോ ആയിട്ടുണ്ട് എല്ലാ കാര്യത്തിലും. അത് പ്രതികളെ എങ്ങനെ എടുക്കേണ്ട കാര്യമില്ല, കേസ് പയ്യറി, അങ്ങനെ സ്ട്രോങ് ആയിട്ട് വേറൊരു സമ്മർദ്ദം പോലീസിന് കിട്ടിയിട്ടുള്ളത് പോലെയാണ് നമുക്കൊക്കെ തോന്നിയിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാം സ്ലോ ആണ്. പൊതുസമൂഹവും മാധ്യമങ്ങളും ഇപ്പം എല്ലാവരും പറയും എന്തിന് മാധ്യമങ്ങൾ ഇത് ചർച്ച ചെയ്യുന്നത്, എന്തിന് ഇത് വേറൊരു ട്രയലാണോ എന്നാണ് ചോദിക്കുന്നത്. സത്യത്തിൽ മാധ്യമങ്ങൾ ഈ സമൂഹത്തിന് മുമ്പിൽ വന്ന് ഇത് സംസാരിച്ചു കൊണ്ടേ ഇരുന്നില്ലെങ്കിൽ ഇതൊക്കെ ഇല്ലാണ്ടായിപ്പോവും. ഇത്തരത്തിലൊരു കേസ് ഉണ്ടോ എന്ന് തന്നെ നമ്മൾ നോക്കേണ്ടി വരും. അതിനുള്ള സൗകര്യവും രാഷ്ട്രീയ തീരുമാനവും അനുസരിച്ചാണ് മീഡിയ ട്രയൽ തീരുമാനിക്കുന്നത്. നിർഭാഗ്യവശാൽ ധന്യ മിഥുനിലേക്ക് കൂടി പോയതിനു ശേഷം ധന്യ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ഇത്തരമൊരു നിർദ്ദേശം പോലീസിന് കിട്ടിയിട്ടുണ്ടോ എന്ന് പോലും സംശയിക്കത്തക്ക രീതിയിലാണ് അതിജീവിതകളുടെ കേസുകൾ ഡിസ്പോസ് ചെയ്യപ്പെടുന്നത് എന്നാണ്. മിഥുൻ വിജയകുമാർ, സിദ്ദിഖ് എവിടെയാണ്? ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ. കുറ്റം ചെയ്തിട്ടില്ലെങ്കിൽ ഈ നിയമത്തിന് കീഴടങ്ങിക്കൂടെ സിദ്ദിഖിന്? എന്തിനാണ് സിദ്ദിഖ് ഇങ്ങനെ പരക്കം പായുന്നത്? മിഥുൻ വിജയകുമാർ, യഥാർത്ഥത്തിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഡിലീറ്റ് ചെയ്തപ്പോൾ തന്നെ പാതി കുറ്റം സമ്മതിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്തിരുന്നത് സിദ്ദിഖ് അവിടെ എത്തിയിരുന്നു, സിദ്ദിഖിനോടൊപ്പം ഈ പരാതിക്കാരി എത്തിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം സാഹചര്യ തെളിവുകൾ കണ്ടെത്തിയിട്ടുണ്ട്. സിദ്ദിഖിന് നിയമത്തിന് മുന്നിൽ കീഴടങ്ങി അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കാര്യങ്ങൾ പറഞ്ഞ് പോകുന്നതല്ലേ മിഥുൻ വിജയകുമാർ നല്ലത്? എന്തിനാണ് ഭയക്കുന്നത് ഈ സിസ്റ്റത്തെ? തീർച്ചയായും അരുൺ, സിദ്ദിഖ് എവിടെയുണ്ട്, സിദ്ദിഖ് എന്തുകൊണ്ട് ഇങ്ങനെ ഓടി നടക്കുന്നു എന്നതിന് ഉത്തരം പറയേണ്ടത് ഒന്നുകിൽ സിദ്ദിഖ് അല്ലെങ്കിൽ സിദ്ദിഖുമായി ബന്ധപ്പെട്ട ആളുകളാണ്. പക്ഷെ ഈ ഒരു വിഷയത്തിൽ സിദ്ദിഖിന്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിനൊരു ലീഗൽ സൈഡ് ഉണ്ട്, അതിന്റെ ഒരു പൊളിറ്റിക്കൽ സൈഡ് ഉണ്ട്, അതിനൊരു ഫാക്ച്വൽ സൈഡ് ഉണ്ട്. ഇപ്പൊ ഫാക്ച്വൽ സൈഡ് എനിക്കോ അരുൺകുമാറിനോ അല്ലെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പാനലിസ്റ്റിനോ അറിയില്ല. നമ്മൾ ഇവിടെ ചർച്ച ചെയ്യുന്ന മൊത്തം തന്നെ അതിന്റെ ലീഗൽ സൈഡും അതിന്റെ ഒരു പൊളിറ്റിക്കൽ സൈഡുമാണ്. ഇതിന്റെ ലീഗൽ സൈഡിൽ ഇപ്പം തീർച്ചയായിട്ടും ലീഗൽ സൈഡ് എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ താങ്കൾ സൂചിപ്പിച്ച പോലെ തന്നെ ഒരുപാട് വീഴ്ചകൾ സംഭവിച്ചു. ഒന്ന്, ചോദ്യം ചെയ്യാൻ സാധിച്ചില്ല. രണ്ടാമത്തെ കാര്യം, ഡിജിറ്റൽ ഗാഡ്ജറ്റ് അത് സീസ് ചെയ്യാൻ സാധിച്ചില്ല. അപ്പം ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ് ഒക്കെ ഇത്രയും എളുപ്പം തേച്ച് മായ്ച്ച് കളയാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് നമ്മൾ ഈ ഒരു ചർച്ചയിലൂടെ പൊതുസമൂഹത്തിലേക്ക് വെക്കുന്ന ഒരു ആശയം. എനിക്ക് തോന്നുന്നു ഇത്രയധികം ഡിജിറ്റൽ ടെക്നോളജി വളർന്നു കഴിഞ്ഞൊരു കാലത്ത് മാത്രമല്ല അരുൺ, എനിക്ക് ചെറിയ എക്കോ വരുന്നുണ്ട്. മാത്രമല്ല സോഷ്യൽ മീഡിയ റെഗുലേഷൻസ് ഒക്കെ എത്രയധികം സ്ട്രോങ് ആയി കഴിഞ്ഞ ഒരു കാലഘട്ടത്തിൽ ഓരോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഒരു നോഡൽ ഓഫീസറിനെ അപ്പോയിന്റ് ചെയ്തിട്ട് ഗവൺമെന്റ് ആയിട്ട് കോപ്പറേറ്റ് ചെയ്യണം എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ പറയുകയാണ് സിദ്ദിഖിന്റെ ഒരു പഴയ ഡിവൈസ് നമുക്ക് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ സിദ്ദിഖ് ഒരു ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞു എന്നൊരൊറ്റ കാരണം കൊണ്ട് നമുക്ക് അതിന്റെ എന്താ പറയാ അവിടെ ഒരു ബ്ലോക്കേജ് ഉണ്ടാവുകയാണ്. അതൊരു വലിയ ഒബ്സ്റ്റക്കിൾ ആയിട്ടാണ് നമ്മൾ കാണുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും ഫേസ്ബുക്കോ അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏതാണോ അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ ഡിജിറ്റൽ ഫുട് പ്രിന്റ്സ് ഒക്കെ സുഖമായിട്ട് ട്രേസ് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. ഇപ്പൊ ഡിജിറ്റൽ ഫോറൻസിക് ഇത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് ഇരിക്കുന്ന ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു രീതിയിൽ പോലീസ് അന്വേഷിക്കാത്തത്? ആ ഒരു രീതിയിൽ എന്ത് ഡെവലപ്മെന്റ് നടന്നു എന്നതുകൂടെ ജനങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിവിടെ പറയുന്നത് വെറും ഒരു എന്താ പറയുക, സിദ്ദിഖിന്റെ കയ്യിൽ നിന്ന് ഡിവൈസ് പോയി കഴിഞ്ഞു, അതുകൊണ്ട് മാത്രം ഇവിടെ ഒരു വലിയ ഒബ്സ്റ്റക്കിൾ ഉണ്ടാവുന്നതാണ്. പക്ഷെ അന്വേഷിക്കാനാണെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഇതിലേക്ക് കൂടുതൽ ക്ലാരിറ്റി വരുത്താനോ അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷൻ പ്രൊസീഡ് ചെയ്യാനോ ആണെങ്കിൽ പക്ഷേ ഈ യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒളിച്ചോടി നടക്കാതെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ഈ നിയമവ്യവസ്ഥയോടൊപ്പം നിന്നുകൊണ്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ സിദ്ദിഖ് തയ്യാറാവുകയല്ലേ വേണ്ടത്, ഒളിച്ചോടാതെ? ബാധ്യസ്ഥനാണ്, തീർച്ചയായും അദ്ദേഹം അതിന് ബാധ്യസ്ഥനാണ്. അതാണ് നിയമം, നിയമത്തിന്റെ ഒരു വശം അത് തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹം നിയമം പാലിക്കേണ്ടത് തന്നെയാണ്. പക്ഷെ ഇവിടെ പൊളിറ്റിക്കൽ സൈഡ് നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ എൽദോസ് കുന്നംപള്ളിയുടെ നേരെ ഇങ്ങനെ ഒരു കേസ് വന്നപ്പം അദ്ദേഹം ചെയ്തത് എന്താണ്? അപ്പൊ ഇന്ന് ഇരയ്ക്കൊപ്പം നിൽക്കുന്നു അല്ലെങ്കിൽ വേട്ടക്കാരനെ എതിർക്കുന്നവർ
അവരുടെ പാർട്ടിക്ക് അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽപ്പെട്ട ഒരാൾക്ക് ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ അവരവിടെ എടുക്കുന്ന പൊസിഷൻ വേറെ ആയിരിക്കും. സമാനമായ രീതിയിൽ തന്നെയാണ് എല്ലാ പാർട്ടിയും ചെയ്യാറുള്ളത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ അതിന്റെ ഒരു പൊളിറ്റിക്കൽ സൈഡിലേക്ക് വന്നിട്ട് അതിനൊരു ഒരു പൊളിറ്റിക്കൽ ഡൈസെക്ഷൻ നടത്താത്ത ഈ ഒരു വിഷയത്തെക്കുറിച്ച്. കാരണം ഓരോരുത്തരും അവരവരുടെ പാർട്ടിയിൽപ്പെട്ട ആളുകൾക്ക് ഇങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അവരെടുക്കുന്ന നിലപാട് വ്യത്യസ്തമാണ്. പക്ഷേ ഇവിടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ച് 4-5 വർഷക്കാലം അതിന്മേൽ ഒരു നീക്കവും നടത്താതെ സർക്കാർ ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ഇന്നത്തെ ഹൈക്കോടതി വിധിയിൽ പോലും സ്പിനിക്സ് ലൈക്ക് സൈലൻസ് എന്നാണ് വിശേഷിപ്പിക്കപ്പെടുന്നത്. അങ്ങനെ ഗുരുതരമായി സർക്കാരിനെ നിരന്തരം ഹൈക്കോടതി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള നടപടികളിൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ പൊതുവെ ധന്യ സൂചിപ്പിച്ചതുപോലെ ഈ സമൂഹത്തിൽ ഈ സർക്കാർ കൊടുക്കുന്ന സന്ദേശം എന്താണ്? അതിജീവിതകൾ മൊഴി നൽകിയാൽ ആ മൊഴിയിന്മേൽ മാറ്റം ആവശ്യപ്പെട്ടാൽ അതിന്മേൽ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുന്ന ഒരു സംവിധാനമാണോ നമുക്ക് ചുറ്റുമുള്ളത് എന്ന് സംശയിച്ചു പോവില്ലേ സ്വാഭാവികമായും മിഥുൻ? തീർച്ചയായും അരുൺ, അങ്ങനെ ഒരു ഡിലേ, ഇൻവെസ്റ്റിഗേഷനിൽ വരുന്ന ഡിലേ അല്ലെങ്കിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് മുകളിൽ ആക്ഷൻ ആവാനുള്ള ഡിലേ, അതൊക്കെ തന്നെ സർക്കാരിന്റെ ഭാഗത്തുള്ള വീഴ്ചയായിട്ട് തന്നെ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു പ്രശ്നം എന്താന്ന് വെച്ചാൽ നമ്മുടെ ലീഗൽ സിസ്റ്റം ബൈ ഡിഫോൾട്ട് ഇറ്റ്സ് വിത്ത് ദ വിക്ടിം എന്ന് പറയുന്നിടത്ത് മീഡിയ ഇങ്ങനത്തെ വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ ബൈ ഡിഫോൾട്ട് ഒരു പൊസിഷൻ എടുക്കുകയാണ്. ദിസ് ഇസ് ദ വിക്ടിം ആൻഡ് ദിസ് ഇസ് ദ ആക്ച്വലി ഒരു ക്രിമിനൽ ടാഗ് ആണ് അവിടെ കൊടുക്കുന്നത്. അല്ലെങ്കിൽ അക്യൂസ്ഡ് എന്നതിനുപരി അദ്ദേഹം ക്രിമിനൽ ആണ് എന്നൊരു അസംഷൻ വെച്ചുകൊണ്ടാണ് ചർച്ചകളൊക്കെ തന്നെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് നാനാ പട്ടേക്കറിന്റെ കേസ് അറിയാം, അല്ലെങ്കിൽ ബോളിവുഡിൽ അങ്ങനത്തെ എത്രയോ പ്രസക്തമായ കേസുകൾ വന്നിട്ടുണ്ട്. ഇതിലൊക്കെ തന്നെ അക്യൂസ്ഡിനെ ഒരു ക്രിമിനലായി ചിത്രീകരിച്ച് പിന്നീട് അവര് നിഷ്കളങ്കരാണ് എന്ന് അറിയുന്ന പ്രോസിക്യൂഷൻ ഒരുപാട് സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നു. നമുക്ക് ഒറ്റ സംശയമേ ഉള്ളൂ, എന്തുകൊണ്ടാണ് താൻ കുറ്റക്കാരനല്ലെങ്കിൽ ഇങ്ങനെ ഒളിച്ചു കളിക്കുന്നത് എന്തിനാണ് സിദ്ദീഖ്? അരുൺ, ഞാൻ ഒരിക്കലും താങ്കൾ എന്താ പറയാ ഒരു സെന്റൻസ് ആയിട്ട് അത് പറഞ്ഞു എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഇവിടെ കിട്ടുന്ന ഒരു മീഡിയ പബ്ലിസിറ്റി അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകളൊക്കെ തന്നെ വായിച്ചു കഴിഞ്ഞാൽ ഒരു സാധാരണക്കാരന് ഇദ്ദേഹത്തെ പൊസിഷൻ ചെയ്യുന്നത് ഏത് രീതിയിലാണെന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കില്ല എന്നാണോ താങ്കൾ കരുതുന്നത്? അപ്പൊ മീഡിയക്ക് ഇവിടെ ഒരു മീഡിയ ട്രയൽ നടത്തണം, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വിഷയങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ അതിന് മറ്റൊരു ആംഗിൾ കൊടുക്കുന്നു. ഓഫ് കോഴ്സ് താങ്കൾ അവിടെ ഒരു ക്രിമിനൽ മൂടിക്കെട്ടാനൊന്നും പറ്റില്ലല്ലോ മിഥുൻ. നമുക്ക് ആകെയുള്ളത് എന്താണ്? കോടതി വിധിയെ സ്വാധീനിക്കുകയോ കോടതി വിധിയുമായി ബന്ധപ്പെട്ട് കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് ബാധകമാകുന്ന തരത്തിലോ നമുക്ക് മീഡിയ ട്രയൽ ചെയ്യാൻ കഴിയില്ല. ബാക്കി മാധ്യമങ്ങൾക്ക് കോടതി വിധിയെ തന്നെ വിമർശിക്കാം, കോടതി വിധിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ രാജ്യമില്ലേ മിഥുൻ? ഞാൻ അങ്ങനെയൊക്കെ വരാം. കെ എസ് അരുൺകുമാർ എന്തോ ജിൻഡോയ്ക്ക് മറുപടി കൊടുക്കാനുണ്ട്. നേരിട്ട് കെ എസ് അരുൺകുമാർ ജിൻഡോയ്ക്ക് മറുപടി കൊടുത്തോളൂ. കേസ് ജിൻഡോയ്ക്കല്ല, താങ്കൾക്കും കൂടിയിട്ടുള്ള മറുപടിയാണ്. താങ്കൾ ഈ ചർച്ചയിൽ ആങ്കറാണ്. സത്യവിരുദ്ധമായ ഒരു കേസിനെ കുറിച്ച് ആരെങ്കിലും പരാമർശിച്ചാൽ അത് തിരുത്തേണ്ട ബാധ്യത താങ്കൾക്കുണ്ട്. കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞത് ഈ സിദ്ദിഖുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആരോപണത്തിൽ പോസ്കോ ഒഫൻസ് ഉണ്ട്, പോസ്കോ കേസുണ്ട്, ആ കേസ് അത്തരത്തിലുള്ള ഒരു കേസിലെ പ്രതി എന്ന് പറഞ്ഞു തുടങ്ങി. താങ്കൾ തിരുത്തിയില്ല. ഇതിൽ ഈ കേസിൽ ഒരു പോസ്കോ ഒഫൻസ് ഉൾപ്പെട്ടിട്ടുണ്ടോ? ഇല്ല, ഈ കേസിൽ ധന്യരാമനും പറയുന്നു ഇത്രയും ആളുകൾ കേൾക്കുന്നു. പിന്നെ എന്തുകൊണ്ട് താങ്കൾ തിരുത്തിയില്ല? പിന്നെ എന്തുകൊണ്ട് താങ്കൾ തിരുത്തിയില്ല? കോൺഗ്രസിന്റെ പ്രതിനിധി പറയുമ്പോൾ 4 തവണ ഞാൻ കൈപൊക്കി കാണിച്ചു. 4 തവണ തിരുത്താൻ അനുവദിക്കണമെന്ന് എന്നോട് പറഞ്ഞു. പോക്സോ അടക്കമുള്ള കേസുകൾ ഉണ്ട് എന്ന തരത്തിലുള്ള മാധ്യമ വാർത്തകളുണ്ട്. അതാണ് അദ്ദേഹം ഉദ്ദേശിച്ചതാണ് ഞാൻ കരുതിയത്. ഈ കേസിൽ നിലവിൽ സിദ്ദിഖിനെതിരെയുള്ള പരാതി ഒരു അല്ലല്ല സിദ്ദിഖിന് താങ്കൾ തിരുത്തണം. താങ്കളുടെ മാധ്യമ പ്രവർത്തകൻ ഇടയ്ക്ക് മാത്രം ഉണർന്നാ പോരാ. സത്യവിരുദ്ധമായ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന അല്ല അത് പറ്റില്ല. അല്ലല്ല ശരിക്കും പറ്റില്ല. അതായത് താങ്കളുടെ മാധ്യമ പ്രവർത്തകൻ ആ കോൺഗ്രസിന്റെ പ്രതിനിധി തെറ്റായ പ്രസ്താവന നടത്തി ഈ ജനലക്ഷങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുമ്പോൾ അപ്പോൾ തിരുത്തണമായിരുന്നു. അന്നേരം മൗനം പാലിച്ചു. 5 തവണ ഞാൻ കൈ ഉയർത്തി ഞാൻ പറഞ്ഞു തെറ്റാണ് നടക്കുന്നത്. ജിൻഡോ പറഞ്ഞത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലുള്ള മൊഴികളിൽ പോക്സോ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പുറത്തു വന്നിട്ടും എന്തേ നടപടി എടുത്തില്ല എന്നതാണോ, അതോ ഈ പർട്ടിക്കുലർ കേസ് പോക്സോ ആണോ? ഈ പർട്ടിക്കുലർ കേസ് പോക്സോ അല്ല. ജിൻഡോ, ഒരു നിമിഷം നമുക്ക് വ്യക്തത വരുത്തി പോകാം. കെ എസ് അരുൺകുമാർ. അല്ല, ഞാൻ അതിലേക്ക് വരാം. അരുൺകുമാറെ കൃത്യമായിട്ട് അതിന് മറുപടി പറയാം. പക്ഷെ ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഈ LDFന്റെ പ്രതിനിധി അരുൺകുമാർ വാദിക്കുന്നത് എനിക്കൊന്ന് സിദ്ദിഖിന് വേണ്ടിയിട്ടാണല്ലോ. ഞാൻ സിദ്ദിഖിന് വേണ്ടിയിട്ടല്ല വാദിക്കാൻ ഞാൻ ചോദിക്കട്ടെ. ഞാൻ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പോക്സോ അട്രാക്ട് ചെയ്യുന്ന വകുപ്പുകൾ ഉൾപ്പെടെ അട്രാക്ട് ചെയ്യാവുന്ന സാഹചര്യങ്ങളുണ്ട്, അതിൽ പരാമർശമുണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ കേസെടുക്കാതെ 5 വർഷം ഈ സർക്കാർ എന്ത് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ അതിൽ മറുപടി പറയാം അരുൺകുമാർ. അതിൽ മറുപടി പറയും താങ്കൾ. താങ്കൾ സിദ്ദിഖിന് വേണ്ടി വാദിക്കുന്നത്? സിദ്ദിഖിന് വേണ്ടി വാദിക്കാൻ ലക്ഷങ്ങൾ ശമ്പളം മേടിക്കുന്ന വക്കീൽമാരുണ്ട്.
താങ്കൾ ആ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേലുള്ള അഭിപ്രായം പറയും. അത് തിരുത്തിയാൽ മതി. കാരണം മിസ്റ്റർ ഡോക്ടർ അരുൺ, ഫാക്ട്സ് ഷുഡ് ബി ട്രൂ, കമന്റ്സ് ആർ ഫ്രീ. നിങ്ങൾക്ക് എന്ത് കമന്റ്സും പറയാം, പക്ഷെ സത്യവിരുദ്ധമായിട്ടുള്ള ചർച്ച നയിക്കരുത്. ഇത് കേട്ടോണ്ടിരിക്കുന്ന ജനലക്ഷങ്ങൾ നിങ്ങളൊന്ന് റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും. ഈ സിദ്ദിഖുമായി ബന്ധപ്പെട്ടുള്ള കേസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു, ഞാൻ തിരുത്തണമെന്ന് 4 തവണ പറഞ്ഞു, തിരുത്തിയില്ല. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഇവിടെ ഡിവിഷൻ ബെഞ്ച് സെപ്റ്റംബർ മാസം 10-ാം തീയതി ഇട്ട ഉത്തരവിന്റെ 6-ാം പേജിൽ 4-ാം ഖണ്ഡികയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് മാധ്യമങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്ന്. ആ പ്രതീക്ഷിക്കുന്നത് എന്താണ് എന്നതിന് വിരുദ്ധമായി താങ്കൾ ചർച്ച നയിക്കുമ്പോൾ ദയവായി ഞങ്ങളെ വിളിക്കരുത്. കാരണം അത്തരത്തിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റായിട്ടുള്ള പ്രവണതയ്ക്ക് കൂട്ടുനിൽക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല. ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിക്ക് പൂർണ്ണമായി സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ഹൈക്കോടതി കൊടുത്തിട്ടുണ്ട്, ഗവൺമെന്റ് കൊടുത്തിട്ടുണ്ട്. അവർ ഇൻവെസ്റ്റിഗേഷനുമായിട്ട് മുന്നോട്ട് പോകും. അതോടൊപ്പം തന്നെ ആ 4-ാമത്തെ പാരഗ്രാഫിൽ പറഞ്ഞിട്ടുണ്ട് പ്രതിയുടെ ഫണ്ടമെന്റൽ റൈറ്റിനെ കുറിച്ചും ഫെയർ ട്രയലിനെ കുറിച്ചും ഫെയർ ഇൻവെസ്റ്റിഗേഷനെ കുറിച്ചും. ആ ഫെയർ ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായി അദ്ദേഹം ഒരു ജാമ്യ ഹർജി നൽകി. ആ ജാമ്യ ഹർജിയുടെ ഉത്തരവ് വരുന്നത് വരെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി കാത്തിരുന്നു. ഇപ്പോൾ ആ ഉത്തരവ് വന്ന നിമിഷം മുതൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ ശക്തമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നു. എത്രയും പെട്ടെന്ന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും. ശക്തമായിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ പോകും. ഈ കേസുകളിലെ ഒരു പ്രതി പോലും രക്ഷപ്പെടുന്ന സാഹചര്യം ഇവിടെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസുമായിട്ട് ഉണ്ടാകില്ല. മാതൃകാപരമായിട്ടുള്ള അന്വേഷണ നടപടികളുമായിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി പോകും. ഒരാൾ പോലും ഇടപെടില്ല. ഞാൻ മറുപടി പറഞ്ഞോട്ടെ. ഡോക്ടർ അരുൺകുമാർ, എനിക്കൊരു സംശയം. ഈ മീഡിയ ട്രയൽ എന്നൊക്കെ പറഞ്ഞ് ഇവർ ഇത്രത്തോളം പ്രഘോഷിക്കുന്ന ആർക്ക് വേണ്ടിയിട്ടാ? സിദ്ദിഖിനും മുകേഷിനും ഹേമ കമ്മിറ്റിയിൽ പരാമർശിക്കപ്പെടുന്ന കൊടും കുറ്റവാളികളായിട്ടുള്ള പീഡകർക്ക് വേണ്ടിയിട്ടാണോ? ഈ പറഞ്ഞ മീഡിയ ട്രയൽ ഇതേവരെ നടത്താത്ത ആളുകളാണ് ഈ അരുൺകുമാർ അടക്കമുള്ള ആളുകൾ. ഇവിടെ എത്രയോ ആളുകളുടെ രഹസ്യവും പരസ്യവുമായ ജീവിതത്തെ ഇതുപോലെ ചാനലിൽ വന്നിരുന്ന് അലക്കി തേച്ച് വിട്ടില്ലേ ഇവരൊക്കെ? അന്നൊന്നും ഇവർക്ക് ഈ ബോധമുണ്ടായില്ലേ? ഈ ധാർമ്മികത ഉണ്ടായില്ലേ? ഞാൻ പറയട്ടെ അന്നൊക്കെ താങ്കൾ മിണ്ടാതിരുന്നിട്ടുണ്ടോ? താങ്കൾ ഉൾപ്പെടെ സംസാരിച്ചിട്ടില്ലേ? താങ്കൾ ഉമ്മൻചാണ്ടിക്കെതിരെ സംസാരിച്ചിട്ടില്ലേ? അല്ല, ഞാൻ പറയട്ടെ, താങ്കൾ ഈ കോടതി വിധിയൊക്കെ ഉദ്ധരിച്ച് പറയുമ്പോൾ ഇന്നത്തെ കോടതി വിധിയിൽ ഒരു കാര്യമുണ്ടല്ലോ, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്മേൽ 5 വർഷക്കാലം സർക്കാർ അടയിരുന്നു എന്നുള്ള പരാമർശമുണ്ടല്ലോ. നിങ്ങൾ അതിനെക്കുറിച്ച് എന്താ പറയാത്തത്? ഇവിടെ കോടതി അലക്ഷ്യമെന്നൊന്നും പറഞ്ഞ് പേടിപ്പിക്കല്ലേ. നിങ്ങൾ ഈ പറഞ്ഞ സിദ്ദിഖിന് കൊടുക്കുന്ന പ്രയോറിറ്റി, ആ പ്രിവിലേജ് ഇവിടുത്തെ സാധാരണക്കാർക്ക് കിട്ടുമോ? കിട്ടില്ലല്ലോ. ഈ പറഞ്ഞ ഫെയർ ട്രയൽ അരുൺകുമാർ, ഞാൻ പറയട്ടെ, താങ്കൾ പറയുന്ന എല്ലാം കേട്ടിട്ട് മിണ്ടാതെ പോകാനായിട്ട് അത്രയ്ക്ക് മണ്ടനൊന്നുമല്ല ഞാൻ. ഞങ്ങൾക്കൊക്കെ മനസ്സിലാകുന്നുണ്ട്. ഈ 8 വർഷക്കാലമായിട്ട് കേരളത്തിൽ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ മാത്രം നിങ്ങൾ ജാമ്യം കിട്ടിയാൽ അപ്പീൽ പോകില്ല, അതിന് പ്രത്യേകം നിയമോപദേശം നേടും. ഏത് വക്കീലാണ് നിങ്ങൾക്ക് മുകേഷിനെതിരെ അപ്പീൽ പോകേണ്ടത് നിയമോപദേശം നൽകിയത്? അത് പറയണ്ടേ? അത് നിങ്ങൾ പറയണ്ടേ? അല്ലല്ല, ഞാൻ താങ്കൾ പറഞ്ഞപ്പോ ഞാൻ മിണ്ടാതിരുന്നില്ല. ഞാൻ പറയാം, താങ്കളുടെ സ്ഥിര അഭ്യാസം ഞാൻ പറയാം. താങ്കളുടെ സ്ഥിര അഭ്യാസം ഞാൻ പറയാം. വിൻസെന്റ് ഞാൻ പറയട്ടെ, കോൺഗ്രസിന്റെ MLA-മാരെ കുറിച്ചൊന്നും പറഞ്ഞ് താങ്കൾ പേടിപ്പിക്കുന്നത് എനിക്ക് പറയാനുണ്ടെന്ന്. മാധ്യമങ്ങൾ എവിടെയാണ് നീതി പാലിക്കേണ്ടതെന്നും മാധ്യമങ്ങൾ സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തും. അതിന് ഏതെങ്കിലും തരത്തിൽ ഭരണകക്ഷിയുടെ ഒരു നിർദ്ദേശമോ ഭരണകക്ഷിയുടെ ഒരു ഭീഷണിയോ നമ്മൾ സ്വീകരിക്കുന്നതേ അല്ല. ഈ വിഷയം വിധിയുടെ ഭാഗമായിട്ടാണ് നമ്മൾ ചർച്ച ചെയ്തത്. ആ വിധിയുടെ ഭാഗത്ത് വന്നിരിക്കുന്ന ചോദ്യങ്ങളാണ് നമ്മൾ CPM പ്രതിനിധിയോട് ചോദിച്ചത്. തീർച്ചയായിട്ടും അങ്ങേക്ക് വിയോജിപ്പുണ്ടാവാം. ആ വിയോജിപ്പുകൾ താങ്കൾ രേഖപ്പെടുത്തുന്നു. പക്ഷേ മാധ്യമങ്ങൾ എവിടെ നിയന്ത്രണം പാലിക്കണം എന്നുള്ളത് മാധ്യമങ്ങൾക്ക് വിട്ടേക്കൂ. നന്ദി ഡോക്ടർ ജിൻഡോ ജോൺ, നന്ദി അഡ്വക്കേറ്റ് KS അരുൺകുമാർ, മിഥുൻ വിജയകുമാർ, ധന്യരാമൻ, ഒപ്പം ഹരീഷ് വാസവൻ ചർച്ചയിൽ ചേർന്നു.